ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവരും ഇന്നത്തെ സെഷനിലേക്ക് വെൽക്കം ചെയ്യാം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സുഖാണ്. സുഖമാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പൊ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് സൈക്കോളജി ഓഫ് മണിയാണ്. അപ്പൊ നമ്മള് ആ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മള് ഒരേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരേ സ്കൂളില് അല്ലെങ്കിൽ ഒരേ കോളേജില് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരേ കാര്യങ്ങൾ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ എല്ലാവരും വളർന്നു വരുന്ന സാഹചര്യങ്ങളും പല രീതിയിലാണ്. പക്ഷെ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകളൊക്കെ ഒരേപോലെ ഉണ്ടായിരിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് സമ്പത്തിന്റെ കാര്യത്തിൽ ചില ആളുകൾക്ക് നല്ല സമ്പത്ത് ഉണ്ടാകും, ചില ആളുകൾക്ക് ഇല്ലാതെ പോകുന്നത് എന്താണ്? എന്തുകൊണ്ടായിരിക്കും? ചില ആളുകൾ സ്ട്രഗിൾ ചെയ്യായിരിക്കും, ചില ആളുകൾ നല്ല റിച്ച് ആയിരിക്കും. ഇപ്പൊ എല്ലാവർക്കും ഒരേപോലെയുള്ള കാര്യങ്ങളാണ് ഈ യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നത് അല്ലേ? എല്ലാം ഇവിടെ ഉണ്ട്. ഈ യൂണിവേഴ്സിൽ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ നമുക്കുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് മാത്രം നന്നായിട്ട് സമ്പത്ത് ഉണ്ടാകുന്നത്, ചില ആളുകൾ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടായിരിക്കും? സെയിം നാട്, സെയിം ഓപ്പർച്യൂണിറ്റി, പക്ഷെ റിസൾട്ട് ഡിഫറെന്റ് ആണ് അല്ലേ? ഇവിടെ ആരും ഇല്ലേ? ഇപ്പൊ നിങ്ങളെല്ലാവരും റിച്ച് ആണോ? എനർജി ഈസ് ഡിഫറെന്റ്. പറയുന്നു. പ്രശ്നം എന്താണ്? പ്രശ്നം സമ്പത്തല്ല, പണമല്ല. നമ്മൾ പണത്തെ കുറിച്ച് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? നമ്മുടെ മനസ്സാണ് അല്ലേ? മണി എന്ന് പറയുന്നത് ബാങ്കിൽ കാണുന്നത് മാത്രമല്ല, ആദ്യം നമ്മുടെ ബ്രെയിനിലാണ് അല്ലേ ഉണ്ടാവുന്നത്. ഞാനൊരു സത്യം പറയാം. നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ ടാലന്റ് അല്ല തീരുമാനിക്കുന്നത്, നമ്മുടെ കഴിവുകളോ ഇതൊന്നും അല്ല. നമ്മുടെ ഇൻകം തീരുമാനിക്കുന്നത് നിങ്ങളുടെ മൈൻഡാണ് തീരുമാനിക്കുന്നത്. ഈ സമ്പത്ത് ഉണ്ടാക്കാൻ, ഈ മണി ഉണ്ടാക്കാൻ മൂന്ന് കാര്യങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ്, ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബിലീഫ്. നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൽ എന്താണ് വിശ്വസിക്കുന്നത്? ഞാൻ ചില കാര്യങ്ങൾ പറയാം. നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതുവരെ ജീവിച്ചു വന്ന സാഹചര്യങ്ങളിലൂടെ നിങ്ങളത് കേട്ടിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. പണം കഷ്ടമാണ്, ഉണ്ടാക്കാൻ കഷ്ടമാണ്, വളരെയധികം കഷ്ടപ്പെടണം. റിച്ച് ആവുന്നത് എന്ന് പറയുന്നത് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. ബിസിനസ് ചെയ്താൽ നഷ്ടങ്ങൾ വരും. നമ്മളെപ്പോലെ ഉള്ളവർക്ക് പറ്റിയ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ലായിരിക്കും ഇത്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിലൂടെ നിങ്ങൾ ജീവിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങളത് കേട്ടിട്ടുണ്ടോ? പണം ഉണ്ടാക്കാൻ കഷ്ടമാണ്. ഉണ്ട് സാർ. ഉണ്ടല്ലേ? ഉം. ബിസിനസ് എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. ഇതൊന്നും നമ്മളെ പോലെ ഉള്ളവർക്ക് പറഞ്ഞ പണിയല്ല, അല്ലെങ്കിൽ നമ്മ പോലെ ഉള്ളവർക്ക് പറഞ്ഞ കാര്യമല്ല. ഇതൊക്കെ പൈസ ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. കേട്ടിട്ടുണ്ടല്ലേ? ഇത് നമ്മളിപ്പോ അല്ലെങ്കിൽ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിപ്പോ കേട്ടതാണ്.
ഇത് ഇപ്പൊ ക്രിയേറ്റ് ചെയ്തതല്ല. ഇത് നിങ്ങൾക്ക് കിട്ടിയതാണ്. എവിടെ നിന്നാണ്? ചൈൽഡ്ഹുഡിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൽ നിന്ന്, ഈ സൊസൈറ്റിയിൽ നിന്ന്, നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്ന്, നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്ന്, ഇല്ലേ? നമ്മൾ കേട്ട് വളർന്ന കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ കേട്ടിട്ടും അല്ലെങ്കിൽ ക്യാഷ് ഇല്ലാതും ആയതല്ല. നമ്മളിത് കേട്ട് 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 വളർന്നതാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത്, ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് അവന് മണിയെക്കുറിച്ച്, ക്യാഷിനെ കുറിച്ച് ഇത്തരത്തിലുള്ള ബിലീഫൊന്നുമില്ല. പക്ഷെ വളർന്നു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവൻ പഠിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ മനസ്സിലാക്കുകയാണ് ക്യാഷ് ഇല്ല, ക്യാഷ് അഡ്ജസ്റ്റ് ചെയ്യണം. പൈസ കഷ്ടപ്പെട്ടാണ് കഷ്ടപ്പെട്ടാണ് ക്യാഷ് കിട്ടുന്നത്. ഇത് മരത്തിൽ കായ്ക്കുന്നതല്ല. എപ്പോഴെപ്പോഴും ചോദിക്കുമ്പോൾ എടുത്തരാന് മരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്നതൊന്നല്ല. ഇത് റിപ്പീറ്റഡ് ആയിട്ട് കേട്ടാൽ എന്താ സംഭവിക്കുക? ബ്രെയിന് അതൊരു സത്യമായിട്ട് ആക്സെപ്റ്റ് ചെയ്യും. പിന്നെന്താ സംഭവിക്കുക? നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് മൈൻഡ് പറയും കഷ്ടപ്പാടാണ്, ക്യാഷ് ഉണ്ടാക്കാൻ റിസ്ക് ആണ്, സേഫ് ആയിട്ടിരിക്കുന്നത്, അല്ലേ? അതിലേക്കൊന്നും ഇറങ്ങരുത്, കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളെ കാര്യം അവിടെ സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഡിലേ ചെയ്യും. നിങ്ങൾ പല കാര്യങ്ങളും അവോയ്ഡ് ചെയ്യും. അപ്പൊ പ്രോബ്ലം എഫേർട്ട് അല്ല. പ്രോബ്ലം എന്താണ്? ബിലീഫാണ്. നിങ്ങൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങള് റിയാലിറ്റി ചേഞ്ച് ചെയ്യുന്നതിന് മുൻപേ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ബിലീഫ് ചേഞ്ച് ചെയ്യണം. നിങ്ങളുടെ ഇതുവരെയുള്ള ബിലീഫ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചില്ലായിരുന്നു. അപ്പോൾ രതി മാമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രോബ്ലം എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു ബിലീഫ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അത് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ? യെസ് സർ. എന്താണ്? ബ്ലോക്ക് ചെയ്യാണോ അതോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാണോ? നിങ്ങൾ വിശ്വസിച്ച് കാര്യങ്ങൾ. അങ്ങനെ നമുക്ക് ചെറുപ്പത്തിലൊക്കെ നമ്മളിങ്ങനെ കേട്ട കാര്യങ്ങള് ആം, നമ്മളതിങ്ങനെ എന്താ പറയുക, കഷ്ടപ്പെടണം, ഇതൊന്നും എളുപ്പമല്ല, പൈസ നമ്മുടെ കയ്യിൽ വരാനും നമുക്കതൊക്കെ സേവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് എപ്പോഴും ചിന്തിക്കാറുണ്ട്. അതെ, അധികം ആളുകളും കേട്ട് വളർന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും, അല്ലെ? ഇക്ബാൽ സാറൊക്കെ പറയുന്നു ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അധികം ആളുകളെ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും, അല്ലേ? അപ്പോ അടുത്ത പോയിന്റ് ആണ് ഇമോഷൻസ്. നമ്മള് ആദ്യം ബിലീഫ് എന്താണെന്ന് പഠിച്ചു, അല്ലെ? മനസ്സിലാക്കി എന്തൊക്കെ ബിലീഫാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഇതുപോലെ ഇമോഷൻസ്, നിങ്ങൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഫിയർ, സ്ട്രെസ്, ഗിൽറ്റ്, ഇതൊന്നും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫീലിംഗ് അല്ല. ഇതൊക്കെയാണ് നിങ്ങളുടെ മണി ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നത്. ഒന്നാമത് ഫിയർ. നിങ്ങളുടെ ഉള്ളിൽ ഭയം ഉണ്ടെങ്കിൽ എന്താണ്? ലോസ് ആകുന്നു, ഫെയിലിയർ സംഭവിക്കുമോ, ഇനി എൻ്റെ ലൈഫിൽ ഇനി എന്ത് സംഭവിക്കും? ആ ഭയം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആക്ഷൻ എടുക്കില്ല, റിസ്ക് എടുക്കില്ല, അല്ലേ? നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഇപ്പോഴുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ എന്താണ്? ചിലപ്പോൾ നമ്മൾ റിസ്ക് എടുക്കണം. പുതിയ അവസരങ്ങൾ വരുന്ന സമയത്ത് നമ്മളത് ഏറ്റെടുത്ത് ആ ഒരു ആക്ഷനിലേക്ക് പോകണം, അല്ലേ? അപ്പോ ഈ ഒരു ഫീലിങ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഫിയർ ഉണ്ടെങ്കിൽ
ലോസ് ആവുമോ, അല്ലെങ്കിൽ ഫെയിലർ സംഭവിക്കുമോ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇനി എന്ത് സംഭവിക്കും, അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ഫീലിംഗ് ആണ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കില്ല, ആ റിസ്ക് ഏറ്റെടുക്കില്ല. നിങ്ങളുടെ ആ ഓപ്പർച്യൂണിറ്റി, വന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങളത് വിട്ടുകളയും. അപ്പോൾ ഭയം മൈൻഡിലുള്ള മണിയെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് ബിലീഫ്, രണ്ടാമത്തെ ഫിയർ, മൂന്നാമത്തെ സ്ട്രെസ്. നിങ്ങൾക്ക് പണത്തെ കുറിച്ച് എപ്പോഴും സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ടോ? EMI, എക്സ്പെൻസ്, നിങ്ങളുടെ ഫ്യൂച്ചർ എന്താവും? അതുണ്ട്. ഏഹ് അ- അതല്ലേ. ഇനി അടുത്ത മാസം അതടക്കണ്ടേ? അതിന് കണ്ടെത്തണ്ടേ പൈസ? ഇതെങ്ങനെയും അടയ്ക്കണം. അപ്പൊ പൈസ ഉണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പൈസ ആരുടെയും ചോദിച്ച് അത് സെറ്റ് ആക്കി വെക്കണം. ആ ഡേറ്റിനുള്ളിൽ അടയ്ക്കണം. അല്ലെങ്കിൽ അവര് നമ്മളിൽ നിന്ന് ഫൈൻ ഈടാക്കും. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ഭയങ്കര ഒരു വറീഡാണ്. നമുക്കപ്പോ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റില്ല അതിനെ കുറിച്ച് ആലോചിച്ചിട്ട്. 2-ാം തീയതി ഒക്കെ ആകുമ്പോൾ അല്ലേ ബജാജിന്റെ EMI, അങ്ങനത്തെ ഓരോ EMI ഒരു 5-ാം തീയതി 10-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും. അപ്പൊ അതിന്റെ സ്ട്രെസ് ഉണ്ടാവില്ല. EMI അടയ്ക്കാൻ, അല്ലെങ്കിൽ വരുന്ന എക്സ്പെൻസിന്റെ കാര്യങ്ങൾ, ലൈഫിന് അടുത്ത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് അത് ആലോചിച്ചിട്ട് സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ ഈ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് എന്താ, ബ്രെയിന് ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്യില്ല. അപ്പോൾ റോങ് ഡിസിഷൻ എടുക്കും. പല കാര്യങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്യും. അപ്പോൾ സ്ട്രെസ് ഉള്ള മൈൻഡ് എന്ന് പറയുന്നത് നല്ല ഡിസിഷൻ എടുക്കില്ല. അടുത്ത പോയിന്റാണ് ഗിൽറ്റ്. ഇത് പലർക്കും ഒരു ഹിഡൻ ആയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ഇത്ര പണം ഡിസർവ് ചെയ്യുന്നുണ്ടോ? മറ്റുള്ളവർ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻജോയ് ചെയ്യണോ അല്ലേ? ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണം. മറ്റുള്ള ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്ന സമയത്ത് ഞാൻ എൻജോയ് ചെയ്യാൻ പാടുണ്ടോ? അല്ലെങ്കിൽ ഈ പണം എനിക്ക് അർഹിക്കുന്നില്ല, ഡിസർവ് ചെയ്യുന്നില്ല, ഈ രീതിയിലുള്ള ഒരു കുറ്റബോധം നമ്മുടെ ഉള്ളിലൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കാം? നേരത്തെ പറഞ്ഞ പോലെ ആ ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് നിങ്ങൾ അത് റിജക്റ്റ് ചെയ്യും. നിങ്ങൾ അറിയാതെ പണത്തെ അല്ലെങ്കിൽ ആ കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യും. ഞാൻ ഞാൻ ഇത്ര പണം ഡിസർവ് ചെയ്യുന്നില്ല. മറ്റുള്ളവർ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഞാനവിടെ, മറ്റുള്ളവർ ഒരുപാട് കഷ്ടപ്പെടുന്ന സമയത്തോ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പാടില്ല. മറ്റുള്ളവരൊക്കെ എന്റെ ചുറ്റുള്ള ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? അപ്പോ ഈ ഗിൽറ്റി കുറ്റബോധമുള്ള മൈൻഡ് എന്ന് പറയുന്നത് സമ്പത്തിനെ അക്സെപ്റ്റ് ചെയ്യില്ല. മണി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞില്ലേ, മണി എന്ന് പറയുന്ന ഒരു എനർജിയാണ്. അത് നിങ്ങളിലേക്ക് വരാന് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് റെഡി ആയിരിക്കണം. ഫിയർ ഉണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കാം, അത് ക്ലോസ് ചെയ്യും. സ്ട്രെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഗിൽറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളത് റിജക്റ്റ് ചെയ്യും. പണം, സമ്പത്ത്, ക്യാഷ് നിങ്ങളിലേക്ക് വരാത്തത് അതില്ലാത്തത് കൊണ്ടല്ല, നിങ്ങളത് റിസീവ് ചെയ്യാൻ ഇമോഷണലി റെഡി ആവാത്തത് കൊണ്ട് അല്ലേ? നിങ്ങളത് സ്വീകരിക്കാൻ ഇമോഷണലി നിങ്ങളത് റെഡി ആവാത്തത് കൊണ്ടാണ്. ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഫിയർ, ഇതെനിക്ക് പറ്റുമോ, അല്ലെങ്കിൽ സ്ട്രെസ് വരും, എന്തെങ്കിലും റോങ് ആയി സംഭവിച്ചാലോ, ഇല്ലെങ്കിൽ ഗിൽറ്റ്, ഞാൻ ഇതിന് യോഗ്യനാണോ എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഡിലേ ചെയ്യും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, നിങ്ങളത് ഒഴിവാക്കും. അപ്പോൾ ഓപ്പർച്യൂണിറ്റി പോയതല്ല അല്ലെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതല്ല, നിങ്ങൾ തന്നെയാണത് വിട്ടുകളഞ്ഞത്. ഇത്തരം ചിന്തകളും ഇത്തരം ഫീലിങ്ങുകളും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ട് ഒരവസരം വന്നപ്പോൾ അത് തനിയെ പോയതല്ല,
നിങ്ങൾ തന്നെയാണ് അത് കളഞ്ഞത്. അപ്പോൾ ആദ്യം ഇത് ഏൺ ചെയ്യുന്നതിന് മുൻപ്, മണി ഏൺ ചെയ്യുന്നതിന് മുൻപ് എന്താണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇമോഷൻസിനെ ഹീൽ ചെയ്യണം. റൈറ്റ് ഇമോഷൻ ഇല്ലെങ്കിൽ എന്താ, റൈറ്റ് മണി വരില്ല. ക്യാഷ് വരും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് വെറീഡാവും, ക്യാഷ് അടയ്ക്കുന്ന കാര്യങ്ങൾ, പല കാര്യങ്ങൾ ആലോചിച്ചിട്ട് അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ നിൽക്കാതെ അതിലേക്ക് അതെല്ലാം പോവും. നിങ്ങൾക്ക് സേവ് ചെയ്യാനോ ഒന്നിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. എപ്പോഴും അതിനെ കുറിച്ചൊരു വേവലാതി ആയിരിക്കില്ലേ. മാസം അവസാനമൊക്കെ ആകുമ്പോഴേക്ക് പിന്നെ അടുത്ത കാര്യങ്ങൾ വരുന്നത് അതിനെ കുറിച്ച് ചിന്തിച്ചായിരിക്കും, അല്ലെങ്കിൽ സ്ട്രെസ് അടിച്ചിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ട്, ഇതിൽ ഡൗട്ട് ഉണ്ടോ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ? ഓക്കെ, ക്ലിയർ ആയി. ക്ലിയർ. ഇനി അടുത്ത പോയിന്റ് പറയുന്നത് ഐഡന്റിറ്റി ആണ്. ഐഡന്റിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ഉള്ളിൽ പറയുന്ന കാര്യമാണ്. നിങ്ങൾ പുറത്ത് ആളുകളോട് പറയുന്നതല്ല. നിങ്ങൾ എന്താണെന്ന് പുറത്ത് നിങ്ങളോട് പറയുന്നതല്ല, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വിശ്വസിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ഉള്ളിൽ പറയുന്ന കാര്യമാണ്. അല്ലേ? പല ആളുകളും പറയാറില്ലേ, ഞാനൊരു ആവറേജ് ആണ്, അല്ലെങ്കിൽ ഞാനൊരു മിഡിൽ ക്ലാസ് ആണ്, വലിയ പണം കൈകാര്യം ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. ഇതൊരു സിമ്പിൾ വേർഡല്ല. എനിക്കൊരു സിമ്പിൾ ആയിട്ട് തോന്നും, അല്ലേ? ഇതൊക്കെ ശരിയല്ലേ? ഞാനൊരു ആവറേജ്, ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചത്. ഇതൊരു കാര്യമാണ് നമുക്ക് ചിന്തിക്കൂ, അല്ലേ? അപ്പോൾ ഇങ്ങനെ ചിന്തകൾ, ഞാനൊരു ആവറേജ് ആണ്, ഞാനൊരു മിഡിൽ ക്ലാസ്സിലാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ പണം കൈകാര്യം ചെയ്യാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല, അതൊന്നും പറ്റില്ല എന്നൊന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങളുടെ സമ്പത്തിനെ കൺട്രോൾ ചെയ്യുന്നത് ഇതൊക്കെ തന്നെ. കാരണം നിങ്ങളുടെ ബ്രെയിൻ എപ്പോഴും ചോദിക്കും, ഇതെന്റെ ഐഡന്റിറ്റിക്ക് മാച്ച് ആണോ ഉള്ളില്. അപ്പോൾ ഒരാൾക്ക് ഒരു 1 lakh ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കരുതുക. പക്ഷെ അവന്റെ ഐഡന്റിറ്റി ഞാൻ ആവറേജ് ആണ്. അപ്പോൾ അവന്റെ മൈൻഡ് എന്താണ് ചെയ്യുക? അവന്റെ ഐഡന്റിറ്റി ഞാൻ ആവറേജ് ആണെന്നുള്ള ഫീല് വരും. അപ്പോൾ അവന്റെ മൈൻഡ് എന്താ ചെയ്യാം? അവിടെ ഡൗട്ട് ക്രിയേറ്റ് ചെയ്യും, അല്ലേ? ഫിയർ ക്രിയേറ്റ് ചെയ്യും, കാര്യങ്ങളെ ഡിലേ ക്രിയേറ്റ് ചെയ്യും. അവൻ ചിന്തിക്കും, എനിക്കിത് പറ്റുമോ, ഇത് റിസ്ക് ആണ്. ഫൈനലി എന്താ സംഭവിക്കുക? അവൻ ആക്ഷൻ എടുക്കില്ല. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ ഐഡന്റിറ്റി അത് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഇതിന്റെ ഒരു കോർ ഫോർമുല എന്ന് പറയുന്നത്, ഈ ഐഡന്റിറ്റിയുടെ കോർ ഫോർമുല എന്ന് പറയുന്നത്, ഐഡന്റിറ്റിയിൽ നിന്ന് ബിലീഫ് ഉണ്ടാവും, അതിൽ നിന്ന് ഡിസിഷൻ എടുക്കും, അതിൽ നിന്ന് ആക്ഷൻ, പിന്നെ റിസൾട്ട്, അതിൽ നിന്നാണ് പിന്നെയാണ് ഇൻകം വരുന്നത്. അപ്പൊ ഐഡന്റിറ്റി നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതാണ് ബിലീഫ്. അതിൽ നിന്ന് എന്ത് ബിലീഫാണ് വരുന്നത്? ഞാനൊരു ആവറേജ് ആണ്, എനിക്ക് വലിയ സക്സസ് പറ്റില്ല എന്നുള്ള ബിലീഫായിരുന്നു, അല്ലേ? ഡിസിഷൻ എന്താണ്? റിസ്ക് എടുക്കില്ല, അല്ലേ? നിങ്ങൾക്ക് കൂടുതൽ ഏൺ ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നിങ്ങൾ ചെയ്യില്ല. പിന്നെ ആക്ഷൻ, ചെറിയ കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ ചെറിയൊരു ആക്ഷൻ ആയിരിക്കും നിങ്ങൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കില്ല. ഇപ്പൊ റിസൾട്ട് എന്തായിരിക്കും? ചെറിയ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ചെറിയ റിസൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോ ഇൻകം എന്തായിരിക്കും? ഫൈനലി ഇൻകം ചെറുതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതിനാൽ ഇൻകം ചേഞ്ച് ചെയ്യാൻ ആക്ഷൻ മാത്രം ചേഞ്ച് ചെയ്താൽ പോരാ, നിങ്ങളുടെ ഐഡന്റിറ്റിയും കൂടെ ചേഞ്ച് ചെയ്യണം. അപ്പൊ നിങ്ങളെ ആവറേജ് എന്ന് വിളിച്ചാലേ നിങ്ങളുടെ ലൈഫ് നിങ്ങളെ ആവറേജ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുള്ളൂ. നിങ്ങൾ നിങ്ങളെ വെൽത്ത് ക്രിയേറ്റർ എന്ന് വിളിച്ചാലോ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ
ലൈഫ് അതിനെ ആ രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. അപ്പോ ഒരാള് ഒരാളിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, ലൈഫ് ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ചാൻസ് ആയിരുന്നു. ഒരു എക്സാമ്പിൾ, ഇപ്പൊ അവൻ അതിനെ നോക്കി അവൻ്റെ ഉള്ളിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടായി. പക്ഷെ അടുത്ത സെക്കൻഡിൽ അവൻ ചിന്തിക്കുകയാണ്, ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി, എൻ്റെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ചാൻസ് ആയിരുന്നു. പക്ഷെ അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ ചിന്തിക്കുന്നു, ഞാൻ ഇതിന് റെഡിയല്ല, ഇതെനിക്ക് പറ്റില്ല, പറ്റില്ലെങ്കിലോ, അല്ലെങ്കിൽ ലോസ് ആയാൽ എന്ത് ചെയ്യും? അപ്പൊ അവിടെ എന്താ സംഭവിക്കുക? അവൻ വെയിറ്റ് ചെയ്യും, ഡൗട്ട് ഉണ്ടാവും, കൂടുതലായിട്ട് ചിന്തിക്കും, ഓർമ്മ ചെയ്യും, ആക്ഷൻ എടുക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ ആക്ഷൻ എടുക്കില്ല, ഓപ്പർച്യൂണിറ്റി പോയി. അല്ലേ? ഇതൊരു സ്റ്റോറി, ഇതൊരു എക്സാമ്പിൾ മാത്രമല്ല, ഇത് പലരുടെ ലൈഫാണ് അല്ലേ? ഇങ്ങനെ തന്നെ ആയിരിക്കും. ആണോ? ഇത് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ സ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. സാറ് പറഞ്ഞത് എന്താ എനിക്ക് മനസ്സിലാവുന്നു. എൻ്റെ എന്താ വെച്ചാ, മേഖലയില്, എൻ്റെ പ്രവർത്തന മേഖലയിൽ പുതിയ ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു വർക്കാണ്. ഉം, അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, സെറ്റാണ്, ഓക്കെ ഞാൻ ചെയ്യാം, ഞാൻ ജോയിൻ ചെയ്യാം എന്നൊക്കെ പറയും. പക്ഷെ ഉം, പിന്നീട് അവരെന്നെ വിളിക്കുമ്പോൾ പറയും, നിങ്ങളെ പോലെ ഒന്നും സംസാരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല, ഉം, ഞാൻ കുറെ ഉം, ചിന്തിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഉം, റിജക്റ്റ് ആവണതാണ്. ഉം, 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 അത് സാർ മനസ്സിലാവുന്നുണ്ട് ആ ഒരു ഇൻസിഡന്റ്. ഉം, ഉം, ഉം. അപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ സ്ലോയിൽ പറഞ്ഞു പോകുന്നത്, ഇങ്ങനെ പറഞ്ഞു പോകുന്നത് നമുക്കത് മനസ്സിലാക്കാൻ, ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. നമ്മുടെ എല്ലാവരുടെ അധികം ആളുകളുടെ ലൈഫിൽ ഇത്തരം കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സബ് കോൺഷ്യസ് മൈൻഡിലെ പ്രോഗ്രാമിംഗ് ആണ്. അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും കേൾക്കുന്നു അല്ലേ? ക്യാഷ് ഇല്ല, അഡ്ജസ്റ്റ് ചെയ്യണം, റിസ്ക് വേണ്ട. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതെല്ലാം സ്റ്റോർ ആവും. ഇല്ലേ? ഇത്തരം കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്ന സമയത്ത്, ചൈൽഡ്ഹുഡിലോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൽ നിന്ന്, ഈ സമൂഹത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന സമയത്ത്, ഇതെല്ലാം, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ആവും. പിന്നീട് നമ്മൾ വലിയ വലിയ ആളൊക്കെ ആയിക്കഴിഞ്ഞാൽ, അല്ലേ, ഇത്രയും ഒരു പ്രായമായി കഴിഞ്ഞാല്, ഇപ്പൊ നേരത്തെ മാം പറഞ്ഞ പോലെ ഒന്നും നിന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള ചിന്തകളൊക്കെ വരും. അല്ലേ? പുതിയ ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ എപ്പോഴും സേഫ് ആക്കാനാണ്. അല്ലെ? റിസ്ക് എടുക്കാനൊന്നും സമ്മതിക്കൂല. ഇപ്പൊ നമ്മളോട് പറയും സേഫ് ആയിട്ടിരിക്കുക, ഇത് റിസ്ക് ആണ്, റിസ്ക് വേണ്ട. അപ്പൊ നമ്മുടെ ബ്രെയിന് നമ്മുടെ പ്രൊട്ടക്റ്റ് ചെയ്യും, നമ്മുടെ വളരാൻ അനുവദിക്കില്ല. അല്ലേ? നമ്മുടെ എപ്പോഴും സുഖമായിട്ട് ഇങ്ങനെ റിസ്ക് ഒന്നും എടുക്കാതെ എല്ലാ കാര്യങ്ങളും സേഫ് ആയിട്ട് പോകാനാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ഇത്തരം, എന്തുകൊണ്ടാണ് മുൻപ് ഇത്തരം പ്രശ്നങ്ങൾ കേട്ടത് കൊണ്ടാണ്. അല്ലേ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചത് കൊണ്ടാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത്തരം കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തത് കൊണ്ട് തന്നെ അടുത്ത ആക്ഷൻ എടുക്കാനോ പല കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ സേഫ് ആയിട്ടിരിക്കാനോ റിസ്ക് എടുക്കാനൊന്നും, സേഫ് ആയിട്ടിരിക്കാനേ പറയുള്ളൂ, റിസ്ക് എടുക്കാനൊന്നും നമ്മളെ അനുവദിക്കില്ല. അപ്പൊ ഇനി അടുത്തത്, നമുക്കൊരു തോട്ട് വരും, ഒരു ഫിയർ, അല്ലേ, എനിക്കത് പറ്റില്ല. അതിൽ നിന്ന് നമുക്കൊരു ഫീലിംഗ് വരും, ഫിയർ. ഒരു തോട്ട് വന്നാൽ എനിക്കത് പറ്റില്ല എന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ഫീല് വരും, ഫിയർ. അപ്പൊ ആക്ഷനെ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ നിങ്ങളത് ഡിലേ ചെയ്യും, അവോയ്ഡ് ചെയ്യും. റിസൾട്ട് എന്ത് സംഭവിക്കും? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ഇത് വീണ്ടും ഓരോ പോയിന്റ് പറയുന്ന സമയത്ത് ഇത് വീണ്ടും പറയുന്നതാണ്. റിസൾട്ട് എന്ത് ചെയ്യും? ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് മിസ് ചെയ്യും. അപ്പൊ ആ ഒരു സമയത്ത് ഇത്തരം കാര്യങ്ങൾ, ആ ഫിയർ വരുമ്പോൾ, ആ ഒരു ചിന്ത വരുന്ന സമയത്ത് ആ ഒരു ഫിയർ വരും.
അപ്പൊ വീണ്ടും നിങ്ങളുടെ ബിലീഫ് ഉണ്ടല്ലോ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായിരുന്ന ബിലീഫ് ഉണ്ടല്ലോ, അത് വീണ്ടും സ്ട്രോങ് ആവും. അപ്പൊ നിങ്ങൾ പറയും, എന്താണ് പറയുക, കണ്ടില്ലേ, ഞാൻ അതേ പറഞ്ഞു. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയും, എനിക്കത് പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ ഞാൻ അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാൻ അതിലേക്ക് ഇറങ്ങി, അത് പരാജയം സംഭവിച്ചു, അല്ലെങ്കിൽ എനിക്കത് കഴിഞ്ഞില്ല. എനിക്ക് ആദ്യമേ അറിയായിരുന്നു എനിക്കത് കഴിയൂല. അപ്പൊ നിങ്ങളുടെ ബിലീഫ് അവിടെ ഒന്നുകൂടെ സ്ട്രോങ് ആയി. നിങ്ങളുടെ ആ ഒരു ലൂപ്പിൽ പെട്ടു അല്ലേ? തോട്ട്സ് വന്നു, ഫിയർ വന്നു, പിന്നെ അവിടെ നോ ആക്ഷൻ, ഫെയിലർ, അത് റിപ്പീറ്റ് ആയിട്ട് വരും. അടുത്ത പോയിന്റാണ് ഓവർ തിങ്കിങ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഒക്കെ എടുക്കേണ്ട കാര്യങ്ങൾ പോലും നമ്മൾ ചിലതിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാറുണ്ട് അല്ലേ? ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും, ചെറിയൊരു തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട കാര്യങ്ങളായിരിക്കും. പക്ഷെ നമ്മളത് ഒരുപാട് ചിന്തിച്ച്, ഇത് സേഫ് ആണോ, ഇത് വർക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ ഇത് ശരിയാണോ എന്നുള്ള ചിന്തകൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ വീണ്ടും നമ്മൾ അവിടെ എന്ത് ചെയ്യാൻ ആക്ഷൻ എടുക്കില്ല, വീണ്ടും അതിങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് എന്താ, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു പെടുത്തും അല്ലേ? ഓവർ തിങ്കിങ് കിൽസ് ഓപ്പർച്യൂണിറ്റീസ്. ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ലാതാക്കും. അപ്പോൾ ചെറിയ കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ കൂടുതൽ തലമുമായി ആലോചിക്കേണ്ട, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളത് ചെയ്യുന്ന സമയത്താണ് ചിലപ്പോൾ പരാജയം സംഭവിക്കും അല്ലേ? ചിലപ്പോൾ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. അപ്പൊ നിങ്ങളത് ചെയ്യുന്ന സമയത്താണ് അത് എന്താണ് റിസൾട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ അത് സേഫ് ആണോ, വർക്ക് ചെയ്യോ, ശരിയാണോ എന്നുള്ള സംഭവത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യൂല, ആക്ഷൻ എടുക്കില്ല, പല കാര്യങ്ങളും വിട്ട് കളയും. അപ്പോ അടുത്ത പോയിന്റ്, ഡിലേ ഹാബിറ്റ്. നിങ്ങളുടെ ഹാബിറ്റിനെ ഡിലേ ചെയ്യുന്ന കാര്യം. നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നാളെ നോക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം അല്ലേ? നാളെ നോക്കാം, അല്ലെങ്കിൽ നാളെ ചെയ്യാം, നമുക്ക് ഒന്നുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. പക്ഷെ എന്താണ് സത്യം, എന്താണ്, ഓപ്പർച്യൂണിറ്റി നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ല അല്ലേ? അത് വരും. ആ ഒരു അവസരത്തിൽ നിങ്ങൾ തന്നെ നിങ്ങളത് ചാടി പിടിക്കണം, അല്ലെങ്കിൽ നിങ്ങളത് വെയിറ്റ് ചെയ്യില്ല. നാളെ നോക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യില്ല, അത് അവിടെ ഉണ്ടാവില്ല, നിങ്ങൾക്കത് നഷ്ടപ്പെട്ടു. ഈ ഡിലേ എന്ന് പറയുന്നത് സക്സസിന്റെ ഒരു സൈലന്റ് കില്ലറാണെന്ന് പറഞ്ഞു. ഡിലേ വരുത്തുന്നത്. ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ. അപ്പോ ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ പണം കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? അടുത്തൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് പണം നിങ്ങളുടെ കയ്യിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യാറുള്ളത്? ചാറ്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കാം. നമ്മുടെ കോൺഫിഡൻസ് കയ്യിൽ വരുന്നുണ്ടല്ലേ? ഉം. ഒരാൾക്ക് അതെ ഇവിടെ. ഓക്കെ, ഞാൻ പറഞ്ഞോളൂ. ഹാപ്പി, നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. പിന്നെ നമുക്ക് ഉം. എന്താ പറയാ, ഭയങ്കര ഒരു ധൈര്യം, ഉം. ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് നല്ല ധൈര്യം ഉണ്ടാവും. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടാവും. ഉം. അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കുറെ കാര്യങ്ങൾ ചെയ്യണം, പൈസ നല്ല ഇത്തിരി തോനെ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് കമ്മീഷൻ ബേസാണ്, അപ്പോൾ കുറച്ച് കൂടുതൽ പൈസ കിട്ടുമ്പോൾ നമുക്ക് ആ, ഓരോ കാര്യങ്ങൾ ചെയ്യാം, ഇന്ന കാര്യങ്ങൾ അപ്പോൾ പ്രിപ്പയർ ചെയ്യും. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ബാധ്യതകൾ തീർക്കണം, അങ്ങനെയൊക്കെ. അപ്പം നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ഒരു ഉണ്ടാവുക. ഒരു റിലീഫൊക്കെ കിട്ടൂലേ? അതെ അതെ അതെ. അപ്പോ അടിപൊളി. ഇപ്പൊ ചില ആളുകൾക്ക് എന്താണ് തോന്നുന്നത്, പണം കിട്ടുന്ന സമയത്ത് മിക്ക ആളുകളും ഹാപ്പി ആകുന്നില്ല.
ഇവിടെ പറഞ്ഞു, ഒരാൾ പറഞ്ഞു ഇവിടെ ഹാപ്പി ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഞാൻ പറയുന്നു പല ആളുകളും ഹാപ്പി ആകുന്നില്ല. അവർക്ക് ഫീൽ ചെയ്യുന്നത് റിലീഫാണ് ഫീൽ ചെയ്യുന്നത്. അതിന്റെ ഡിഫറൻസ് എന്താണ്? റിലീഫ് എന്നത് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ നേരത്തെ പറഞ്ഞു EMIയുടെ കാര്യം മറ്റുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു, അപ്പൊ സ്ട്രെസ് ഉണ്ടായിരുന്നു, പണം എങ്ങനെ കിട്ടും, എങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് പെട്ടെന്ന് സോൾവ് ആയ സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആഹാ രക്ഷപ്പെട്ടു എന്ന ഫീലാണ് വരുന്നത് അല്ലേ. ഓ, അടയ്ക്കാനുള്ള ക്യാഷ് കിട്ടി അല്ലേ, ആ കൊടുക്കാനുള്ള പൈസ കിട്ടി, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ക്യാഷ് കിട്ടി, ഓ രക്ഷപ്പെട്ടു എന്നുള്ള ഫീലായിരുന്നു. അത് സന്തോഷമല്ല അല്ലെ, ഹാപ്പിനെസ് അല്ല. നേരത്തെ ഞാൻ പറഞ്ഞു ഹാപ്പി ആവും, അത് ഹാപ്പിനെസ് അല്ല, അത് റിലീഫാണ്, ഒരു ആശ്വാസമാണ് അല്ലെ. മുൻപ് നിങ്ങളെ സ്ട്രെസ്സിൽ ജീവിച്ചിരുന്നു അല്ലെ, ഇതിനു മുമ്പ് നിങ്ങൾ സ്ട്രെസ് ആയിരുന്നു. അതിന്റെ ഒരു പ്രൂഫാണ് ഈ റിലീഫ്. ആ സ്ട്രെസ്സിൽ നിന്നുള്ള ആ റിലീഫ് എന്ന് പറയുന്നത് വെൽത്തല്ല, അത് സർവൈവലാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ. ആഹാ എനിക്കത് കിട്ടി, അത് ചെയ്യാനുള്ള ഒരു കാര്യം, ചെയ്യാനുള്ള ക്യാഷ് കിട്ടി, അല്ലെങ്കിൽ ആ കൊടുക്കാനുള്ള പൈസ കിട്ടി. അവിടെ ഹാപ്പിനെസ് അല്ല വരുന്നത്, സന്തോഷമല്ല വരുന്നത്, അത് ഒരു ആശ്വാസം മാത്രം, ഇത് കൊടുക്കാനുള്ള കാര്യം കിട്ടിയില്ല. അപ്പോ ഈ വെൽത്ത് എന്താണ്? സ്ട്രെസ് ഇല്ലാത്തൊരു സ്റ്റേറ്റ് ആണ്, കാമായിട്ടുള്ളൊരു അവസ്ഥയാണ്, സ്ട്രെസ് ഇല്ലാത്തൊരു അവസ്ഥയാണ്, കോൺഫിഡൻസ് ഉള്ളൊരു അവസ്ഥയാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ വന്ന ഹാപ്പിനെസ് എന്താണ്? അത് ഹാപ്പിനെസ് അല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ഇനി എന്താ ചെയ്യണ്ടേ? ഒരു പുതിയൊരു ഫീലിങ്സ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇനി നമ്മളൊരു പുതിയൊരു രീതിയിൽ ചിന്തിക്കാൻ പോവാണ്, പുതിയൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇനി മുതൽ പണം കിട്ടുമ്പോൾ നിങ്ങൾക്കാരും റിലീഫ് ഫീൽ ചെയ്യരുത്. നിങ്ങൾക്ക് ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന ഒരു ഫീലിംഗ് അവിടെ ഉണ്ടാവരുത്. നിങ്ങൾക്ക് സന്തോഷം ഫീൽ ചെയ്യണം, യഥാർത്ഥ ഒരു ഹാപ്പിനെസ് അവിടെ ഫീൽ ചെയ്യണം, ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യണം. ഞാനത് ഡിസർവ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫീലിംഗ് അവിടെ ഉണ്ടാവണം. ഡിസർവ് എന്താണ്? ഇതെനിക്ക് വരേണ്ടതാണ്, ഞാൻ ഇതിന് യോഗ്യനാണ് അല്ലെങ്കിൽ യോഗ്യയാണ് എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് അവിടെ ഉണ്ടാവും. പല ആളുകളും പൈസ കിട്ടുന്ന സമയത്ത് അല്ലേ, പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് അത് ഫീൽ ചെയ്യാറില്ല. ഇത് എനിക്ക് അർഹനാണോ അല്ലെ, അല്ലെങ്കിൽ അത് നേടിയെടുക്കാനുള്ള, അല്ലെങ്കിൽ ഇതൊക്കെ കിട്ടാനുള്ള ചില യോഗ്യത എനിക്കുണ്ടോ എന്നുള്ളൊരു ചിന്തകളൊക്കെ വരാണ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് പറയണ്ടേ? ഇതെനിക്ക് വരേണ്ടതാണ്, ഇതിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇപ്പൊ ഇവിടെ ഒരു വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. മുമ്പ് എനിക്ക് കിട്ടി കാരണം ലക്കിയാണ് എന്നുള്ള ഫീല് വരും ഇല്ലേ. ആ ഒരു സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു പണം, അല്ലെങ്കിൽ ആവശ്യമുള്ള ഒരു സമയത്ത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ലക്കിയാണ് അല്ലേ, ഭയങ്കര ഭാഗ്യമുണ്ട്, ആ ഒരു കൊടുക്കാനുള്ള ആ ഒരു EMI അടയ്ക്കാനുള്ള എനിക്ക് ആ ക്യാഷ് കൊടുക്കാനുള്ള ഒരു സമയത്ത് തന്നെ എനിക്ക് ആ പൈസ കിട്ടി എന്നുള്ള ഫീലായിരിക്കും മുമ്പ് ഉണ്ടാവുക. ഇപ്പോൾ എനിക്ക് കിട്ടി കാരണം ഞാനതിന് അർഹനാണെന്നുള്ള ഫീലിംഗ് ആണ് ഇപ്പോൾ വരേണ്ടത്. മുമ്പ് അങ്ങനെ ആയിരിക്കും. മുമ്പ് ഞാൻ ലക്കിയാണെന്നുള്ള ഫീലിംഗ്, ഇപ്പോൾ എനിക്കത് കിട്ടി കാരണം ഞാനത് അനുഭവിക്കാനുള്ള യോഗ്യനാണ്, അല്ലെങ്കിൽ അതെനിക്ക് കിട്ടാനുള്ള യോഗ്യത എനിക്കുണ്ടെന്നുള്ള ഫീലിംഗ് വരണം. ഇതൊരു നിങ്ങളെ സർവൈവ് ചെയ്യുന്നല്ല, ഇവിടെ നിങ്ങൾ അത് റിസീവ് ചെയ്യാണ് ചെയ്യുന്നത്. സർവൈവ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾ ഫിയറിൽ ജീവിക്കാന്നാണ്, എങ്ങനെ മാനേജ് ചെയ്യാം എന്ന മൈൻഡ് സെറ്റാണ് അല്ലേ.
റിസീവ് ചെയ്യാൻ റിസീവ് ചെയ്യാന്നുള്ളതോ നിങ്ങൾ ഓപ്പൺ ആയിരിക്കുക, സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കുക, കാം ആയിട്ടിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. സർവൈവ് മൈൻഡ് സെറ്റോ, ഇത് കിട്ടി ഇനി ഇത് മാനേജ് ചെയ്യണം അല്ലേ? കാര്യങ്ങൾ കിട്ടി, എന്ത് ചെയ്യാനുള്ള ക്യാഷ് കിട്ടി, പണം വന്നു, പിന്നെ അത് മാനേജ് ചെയ്യണം. റിസീവ് മൈൻഡ് സെറ്റ് ആണെങ്കിലോ ഇത് വന്നത് നോർമലാണ്, ഇനിയും കൂടുതലായിട്ട് വരും, ഇനിയും വരും അല്ലേ? ഇത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്, ആ ഒരു ഫ്ലോ എനിക്കുള്ളതാണ്. അപ്പോൾ ഒരു സർവൈവൽ മൈൻഡ് സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇല്ലായ്മ ഫീൽ ചെയ്യും, അതവിടെ ക്രിയേറ്റ് ചെയ്യും എപ്പോഴും. ഇപ്പോൾ റിസീവിങ് മൈൻഡ് സെറ്റ് ആണെങ്കിലാണ് നിങ്ങൾക്ക് അബണ്ടൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ പണം വരുന്ന സമയത്ത് എന്താണ്, നിങ്ങളത് പിടിച്ച് പിടിച്ച് പേടിച്ച് വെക്കരുത്, നിങ്ങളതിനെ സ്വീകരിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ആളല്ല കേട്ടോ, നിങ്ങളത് റിസീവ് ചെയ്യുന്ന ഒരാളായിട്ട് മാറും. അപ്പം വരുന്ന സമയത്ത്, പണം വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അത് ഭയങ്കര പേടിയായിരിക്കും അല്ലേ? ഇത് വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കണം, ഇവിടെ കൊടുക്കണം, ആ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യം, ആ ഒരു പേടി ഒഴിവാക്കിയിട്ട്, സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങളത് റിസീവ് ചെയ്യുന്ന ഒരാളായിട്ട് മാറും. നിങ്ങൾ പണം കൊടുക്കുന്ന സമയത്ത് അല്ലേ, പണം കൊടുക്കാറുണ്ട്, പണമൊക്കെ കൊടുക്കുന്ന സമയത്ത് എന്താണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? സാധാരണ പണം കൊടുക്കുമ്പോൾ ഉള്ളില് ഉണ്ടാകുന്നത് വെച്ചാല്, അയ്യോ എൻ്റെ പണം പോയി, ഇല്ല എൻ്റെ ക്യാഷ് പോയി, ഇനി ബാലൻസ് കുറയും, ഇത് വേണ്ടായിരുന്നു, അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? ആ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ഉം. പൈസ കിട്ടി, ഒത്തിരി പൈസ വന്നു, പക്ഷെ അതൊക്കെ കൊടുത്തു പോയില്ലോ. അപ്പൊ ഉം. ഉം. ഇനിയൊന്നുമില്ല, അടുത്ത മാസം കാത്തിരിക്കണം. അങ്ങനത്തെ ഒരു മൈൻഡ് എനിക്ക് ഉം. ഉണ്ടാവാറുണ്ട്. ഈ പ്രോഗ്രാം കേട്ടതിന് ശേഷം മൈൻഡ് മാറി തുടങ്ങി. അപ്പോ പണം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മൂല്യമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും, വെറുതെ കൊടുത്തതല്ല. നമ്മളൊക്കെ പല കാര്യങ്ങളും എല്ലാവരുടെയും ഉള്ളിലുള്ളതാണ്, പല കാര്യങ്ങളും നമുക്കത് മറന്നിട്ടുണ്ടാവും അല്ലേ? നമ്മൾ എന്തിനാണ് ആ പണം കൊടുത്തത്, അല്ലെങ്കിൽ EMI അടയ്ക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് കടം മേടിച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുൻപ് അതിൻ്റെ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു ഉപകാരം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? നമ്മളത് പറ്റിയിട്ടുണ്ടാവും, പിന്നീട് നമ്മളെ അടുത്ത് വന്ന് പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, അയ്യോ ഇന്ന് നമ്മളതിനെ ദേഷ്യപ്പെട്ട്, അല്ലെങ്കിൽ നമ്മളതിൽ സാധാരണ നമ്മൾ പ്രാഗ് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും കൊടുക്കുക. അതൊരാളുടെ തെറ്റത്തില്ല, അത് പല ആളുകളും നമ്മുടെ പ്രോഗ്രാം ചെയ്ത് നമ്മൾ അങ്ങനെ ആയി മാറിയതാണ്. അപ്പോൾ പണം പോയി, ബാലൻസ് ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു ചെറിയൊരു തോട്ടൊക്കെ നമ്മുടെ ഉള്ളിലൊക്കെ വരും. പക്ഷെ ഇത് ഒരു വലിയൊരു പ്രോഗ്രാം എന്നാണ്. അപ്പോൾ എന്താണ് പ്രശ്നം, നിങ്ങൾ പണം കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിൽ ഒരു മെസ്സേജ് എടുക്കും, ഒരു മെസ്സേജ് വരും, ക്യാഷ് പോകുന്നത് നഷ്ടമാണ്, ലോസിലേക്കാണ്, ഇല്ലാത്തത് ഡേഞ്ചർ ആണെന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ വരും. അപ്പോൾ അത്തരം ചിന്തയുള്ള സമയത്ത് തന്നെ ബ്രെയിൻ എന്ത് ചെയ്യാം, ഫ്യൂച്ചറിൽ ഈ ക്യാഷ് വരുന്നത് അവോയ്ഡ് ചെയ്യും, നിങ്ങളിലേക്ക് വരുന്നത് തടയും. നിങ്ങൾക്ക് സാർ, ഉണ്ടായാലല്ലേ. ഉം. ഒരു കാര്യം ചോദിക്കട്ടെ? ഞാനിങ്ങനെ എന്നും ഡയറി എഴുതുന്ന ആളാ. അതായത് നമ്മുടെ വരവ് ഉം. ചെലവുകളൊക്കെ എഴുതി വെക്കുന്ന ഉം. ഒരാളാ. അപ്പൊ ഉം. ചെലവ് എഴുതുന്നിടത്ത് ഇങ്ങനെ ഉം. EMI ആയിട്ട് ഇങ്ങനെ അടച്ച കാര്യങ്ങൾ, നമ്മുടെ കയ്യിൽ നിന്ന് പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉം. എഴുതുന്നുണ്ട്. ഉം. അത് ശരിയല്ല അല്ലേ? അങ്ങനെ. നമുക്ക് കൊടുക്കാനുള്ളതും അതൊക്കെ ഓർമ്മ വേണം, നോട്ട് ചെയ്ത് വെക്കണം അല്ലേ? അത് ആ, അതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല, പക്ഷെ അതിനെ കുറിച്ച് നമുക്ക് ഓർത്ത് വെറീഡ് ആവരുത്. ആ, ഇനിയും ഇത് യെസ്, യെസ്. കൊടുക്കാനുണ്ടോ എന്നുള്ളത് അത് എപ്പോഴും എപ്പോഴും എടുത്ത് നോക്കണ്ട. നമുക്ക് അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്താ വെച്ചാല്, നമുക്ക് വരുമാനം കൂട്ടുക അല്ലേ? ഓക്കെ. നമുക്ക് എപ്പോഴും വരുന്ന ക്യാഷിൽ, അല്ലെങ്കിൽ ആ പോകുന്നതിൽ നമ്മൾ മൈൻഡ് കൊടുക്കുന്നില്ലാതെ, എന്റെ സമ്പത്ത് വർദ്ധിച്ചു കഴിഞ്ഞാൽ കടായിട്ട് ഫീൽ ചെയ്യണ്ട. എന്റെ സമ്പത്ത്, അതായത് നമുക്ക് സമ്പത്ത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കൊടുത്തൂടെ? നമ്മുടെ ഫോക്കസ് അവിടെ ആയിരിക്കണം. ക്ലിയർ ആയോ? അപ്പോ നമുക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വേണം അല്ലേ? നോട്ട് ചെയ്ത് വെച്ചാലേ നമുക്ക് ഇതൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ, എന്തായാലും കൊടുത്തല്ലേ പറ്റും. അപ്പൊ അതിങ്ങനെ നോക്കി അതിൽ കൊടുക്കാനുണ്ടല്ലോ എന്നുള്ള പേടിയൊന്നും ഉണ്ടാവാതെ ഇരിക്കാന്നുള്ളതാണ്.
അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫ്യൂച്ചറിൽ സമ്പത്ത് വരുന്നത് തടയും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സമയത്ത്. അപ്പൊ ബ്രെയിന് നമ്മുടെ എന്ത് സംഭവിക്കാം, നമ്മുടെ സേഫ്റ്റി ആയിരിക്കും ചൂസ് ചെയ്യുന്നത്, അബണ്ടൻസ് അല്ല. അല്ലേ? ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പേടിയായിരിക്കും. അല്ലേ? ലോസ് ആവുമെന്നുള്ള പേടി ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സേഫ് ആക്കാനായിരിക്കും. ഇപ്പൊ അബണ്ടൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല, നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരില്ല. സേഫ് ആക്കി ഇരിക്കാൻ ശ്രമിക്കും. അപ്പോൾ നമുക്കൊരു ഒന്ന് പ്രാക്ടീസ് ചെയ്താലോ ചെറിയൊരു കാര്യം. നമ്മുടെ ഫീലിംഗ് ഒന്ന് മാറ്റിയാലോ? സോറി, ടെൻറ്റ്. അപ്പോൾ ഈ പ്രാക്ടീസ് നമുക്ക് കുറച്ച് കഴിഞ്ഞില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഫീലിംഗ് മാറ്റാന് പണം എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് അല്ല. പണം എന്ന് പറയുന്നത് ഒരു ഫ്ലോ ആണ്. നിങ്ങൾ ശ്വസിക്കുന്നത് പോലെ, ആ ഒരു ശ്വാസം ഉള്ളിലേക്ക് വരുന്നത് പോലെ, ശ്വാസം പുറത്തേക്ക് പോകുന്നത് പോലെ ഉള്ള ഒരു കാര്യം തന്നെയാണ്. ആ ഒരു ഫ്ലോ ആണ്. അല്ലേ? ശ്വാസം ഒരു ഫ്ലോയിലല്ലേ വരുന്നത്. നിങ്ങൾ അതിനെ പിടിച്ചിരിക്കുന്നില്ല, ഒന്നുമില്ല, അല്ലേ? വരുന്നു പോകുന്നു. അതേപോലെ തന്നെയാണ് പണം എന്ന് പറയുന്നത്. ഒരു ഫ്ലോ ആണ്. നിങ്ങളെ പുറത്തേക്ക് വിടാൻ, അല്ലേ? ശ്വാസത്തിന് പുറത്തേക്ക് വിടാൻ ഭയപ്പെടുന്നുണ്ടോ? ഇല്ല, അല്ലേ? കാരണം എന്താണ്? നിങ്ങൾക്കറിയാം അത് വീണ്ടും വരും. അതേപോലെ തന്നെയാണ് മണി എന്ന് പറയുന്ന കാര്യം. വരും, പോകും, അല്ലേ? വീണ്ടും വരും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സമ്പത്ത് പണം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഫ്ലോ ഫീൽ ചെയ്യണം. ഇത് വീണ്ടും എന്നിലേക്ക് തന്നെ തിരിച്ച് വരും എന്നുള്ള ഒരു ഫീല് നിങ്ങൾക്ക് അത് അവിടെ ഉണ്ടാവണം. അല്ലെ? ഇത് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് വരും എന്നുള്ള ഫീൽ അവിടെ ഉണ്ടാവണം. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഫീൽ ചെയ്യണം. നിങ്ങളെ കൊടുക്കുന്ന സമയത്ത് ഇത് മൾട്ടിപ്പിൾ ആയിട്ട് എന്നിലേക്ക് തന്നെ തിരിച്ചു വരും. ഇപ്പോൾ പൈസ കൊടുക്കുമ്പോൾ നിങ്ങളെ ബ്ലെസ് ചെയ്തിട്ട് കൊടുക്കണമെന്ന് പറയുന്നത് കേൾക്കാറില്ലേ? ഇത് എന്നിലേക്ക് തന്നെ ഇരട്ടിയായിട്ട് തിരിച്ചു വരും എന്നുള്ള ഒരു ഫീലിങ്ങിലൂടെയൊക്കെ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങൾ അതിന് ബ്ലെസ് ചെയ്തിട്ട് കൊടുക്കണം എന്ന് പറയും. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഉണ്ടാവണം. ഇത് ഒരുപാട് മടങ്ങായിട്ട് തന്നെ എന്നിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവണം. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യണം. ഞാനെപ്പോഴും എനിക്കെപ്പോഴും കൊടുക്കാനുള്ള ഒരു കഴിയുന്ന ഒരു സ്ഥിതിയിലാണ് ഞാൻ, അല്ലേ? ആ ഒരു ഫീല് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. ഞാൻ എപ്പോഴും ക്യാഷ് കൊടുക്കാൻ, കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഫീല് എല്ലാം കഴിയുന്ന ഒരു സ്ഥിതിയിലാണ് ഞാൻ എപ്പോഴും എന്നുള്ള ഒരു ഫീല് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവണം. എല്ലാവർക്കും കൊടുക്കാൻ കഴിയുമോ? ക്യാഷ് എല്ലാവർക്കും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, അല്ലേ? നിങ്ങൾ കൊടുക്കുമ്പോൾ എല്ലാവർക്കും ക്യാഷ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ഓൾറെഡി അബണ്ടൻസിലാണെന്നുള്ളൊരു ഫീൽ അവിടെ ഉള്ളത്. അപ്പൊ ഇനി മുതലേ നിങ്ങൾ പണം കൊടുക്കുന്ന സമയത്ത് പണം പോയി എന്നുള്ള ചിന്ത വരാതെ പണം ഫ്ലോയിലാണെന്നുള്ളൊരു ചിന്ത അവിടെ വരണം. നഷ്ടപ്പെട്ടു എന്നുള്ളത് ആവരുത്. വീണ്ടും തിരിച്ചു വരിക എന്നുള്ള കാര്യങ്ങൾക്ക് അവിടെ വരണം. കുറഞ്ഞു എന്നുള്ളത് ആവരുത്. അത് മൾട്ടിപ്പിൾ ആയിട്ട് തിരിച്ചു വരുന്നു എന്നുള്ള ഒരു ഫീലിംഗ് അവിടെ വരണം കേട്ടോ. അപ്പോൾ ഈ സമ്പത്ത് ഇങ്ങനെ അവിടെ കെട്ടിക്കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെള്ളം പോലെയാണ്. നിങ്ങളവിടെ കയ്യിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിൽക്കുന്ന വെള്ളം പറയില്ല, കെട്ടിക്കിടക്കുന്ന വെള്ളം നശിക്കുന്ന പറയുന്ന പോലെ ഒഴുകുന്ന വെള്ളമാണത്, നല്ല ശുദ്ധമായിട്ടുള്ള. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ഫ്ലോ ഉള്ള ക്യാഷ് മാത്രമാണ് നിലനിൽക്കൂ, അല്ലേ? അല്ലെങ്കിൽ വർദ്ധിച്ചു വരുള്ളൂ. ഒഴുകുന്ന പണം വളരും, നിൽക്കുന്ന പണം അത് നിൽക്കും, അല്ലേ? അവിടെ ഒരു വളർച്ചയൊന്നും ഉണ്ടാവില്ല, അല്ലേ? നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ക്യാഷ് ഉള്ളത് അത് അവിടെ തന്നെ. അപ്പൊ നിങ്ങൾ പണം കൊടുക്കുന്ന സമയത്ത് ഫിയർ ഫീൽ ചെയ്താൽ നിങ്ങളുടെ ബ്രെയിനിന്
നിങ്ങൾക്ക് അവിടെ ഇല്ലായ്മ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു പേടി ഫീൽ ചെയ്താൽ ഇല്ലായ്മ ക്രിയേറ്റ് ചെയ്യും. അവിടെ ട്രസ്റ്റ് ആണെങ്കിലോ അബണ്ടൻസ്, നിങ്ങളുടെ ബ്രെയിനിൽ അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ പണം പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു അത് തന്നെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഇൻകം തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത്. ഇപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാന്ന് പറയാറുണ്ട് അല്ലേ? ഉള്ള ഉള്ളതിന് നന്ദി ഉണ്ടാവണം എന്ന് പറയാറുണ്ട്. ഇതൊരു ചെറിയൊരു വേർഡല്ല. ക്യാഷ് വരുന്ന സമയത്ത് എന്താണ് ഓൾറെഡി നമുക്കുള്ളതിനെ മനസ്സിൽ അംഗീകരിക്കുകയാണ് അല്ലേ? ആ ഒരു ഫീലിംഗ് ആണ്. പലരും താങ്ക് യു എന്ന് പറയും, പക്ഷെ അത് ഫീൽ ചെയ്യാറില്ല. ഇപ്പോൾ ലൈഫിൽ വരുന്ന വലിയ മാറ്റം, ഇപ്പോൾ അതുകൊണ്ട് ലൈഫിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് വെറും താങ്ക് യു എന്ന് പറയുമ്പോൾ അത് ഫീൽ ചെയ്യാതെ. നിങ്ങൾക്ക് സാലറി കിട്ടി, എക്സാമ്പിൾ നിങ്ങൾക്ക് സാലറി കിട്ടി, നിങ്ങൾ പറഞ്ഞു ഓക്കെ എനിക്കത് കിട്ടി, ഇതിന് ഗ്രാറ്റിറ്റ്യൂഡ് അല്ല അല്ലേ? പക്ഷെ നിങ്ങൾ ഒരു നിമിഷം അത് ഫീൽ ചെയ്യുക, എനിക്കിത് ലഭിച്ചു, ഞാൻ ഇതിന് അർഹനാണ്, അല്ലെങ്കിൽ ഇതിന് നന്ദിയുള്ളവനാണ്, അല്ലെങ്കിൽ നന്ദിയുള്ളവളാണ് എന്നുള്ള ഫീല് വരണം. അപ്പോഴാണ് അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് ആയി മാറുന്നത്. ഇതൊരു വേർഡ്സ് അല്ല, ഫീലിംഗ് ആണ്. അത് പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്ന പല കാര്യങ്ങളുണ്ട് അല്ലേ? എന്നിട്ട് നമ്മളത് പരാതി പറയും. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് നന്ദി പറയുന്ന സമയത്ത് എന്താണ്, കൂടുതലായിട്ട് നന്ദി പറയാനുള്ള അവസരങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തരും എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലേക്ക് വരും. അപ്പോൾ ഓൾറെഡി ഉണ്ടെന്നുള്ള ഫീൽ ചെയ്താൽ ബ്രെയിൻ അത് റിയൽ ആണെന്ന് വിശ്വസിക്കും, ഇത് സത്യമാണെന്ന് വിശ്വസിക്കും. അപ്പോൾ അതിനോട് മാച്ച് ആവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ക്രിയേറ്റ്, ആ ഒരു എനർജി, ആ ഒരു ഫ്രീക്വൻസി അവിടെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി അത് ഉണ്ടെന്ന് ഫീൽ ചെയ്താൽ എന്താ സംഭവിക്കാം? ഇനി വരാൻ നിങ്ങളുടെ ആ ഒരു സമ്പത്ത് വരാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒരു ചെറിയൊരു പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. ദിവസവും നിങ്ങൾ 3 കാര്യങ്ങൾ പറയാം. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എനിക്ക് ഇൻകം ഉണ്ട്, എനിക്ക് ഇൻകം വരുന്നുണ്ട്, എനിക്ക് ഏൺ ചെയ്യാൻ കഴിയും, എൻ്റെ ലൈഫ് സെക്യൂർ ആണ് അല്ലേ? അത് നോട്ട് ചെയ്ത് വെക്കും. എനിക്ക് നല്ലൊരു ഇൻകം ഉണ്ട്, എനിക്ക് നന്നായിട്ട് ഏൺ ചെയ്യാൻ കഴിയും, എൻ്റെ ലൈഫ് സെക്യൂർ ആണ്. അപ്പൊ ഇത് അടുത്ത സ്റ്റെപ്പ്. ഇപ്പൊ നമ്മളത് അവിടെ പോയിന്റ്സ് എഴുതി വെച്ചു, 3 കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചു. ഇനി അത് അടുത്തെന്താണ്, ഫീൽ ചെയ്യണം. അപ്പൊ ഇത് പറയുന്നത് മാത്രം പോരാ. എനിക്ക് ഒരുപാട് ഇൻകം വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റും പറയുന്നത് മാത്രം പോരാ. നിങ്ങളത് കണ്ണടച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഫോക്കസ് ചെയ്ത് അതെടുത്ത് ഓൾറെഡി ഓൾറെഡി ഉണ്ട് എന്നുള്ള ഒരു ഫീലും കൂടെ നിങ്ങൾ കൊടുക്കണം. ഇത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് കേട്ടോ. അത് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ചെറിയൊരു പ്രാക്ടീസാണ്. നമ്മളവിടെ നോട്ട് ചെയ്ത് വെക്കാം. ആദ്യം നിങ്ങൾക്കുള്ള കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് കണ്ണടച്ച് നിങ്ങളുടെ വീട്ടിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അത് ഓൾറെഡി ഉണ്ടെന്ന പോലെ ഫീൽ ചെയ്യുക. അത് നിങ്ങൾക്ക് സ്ലോ ആയിട്ട് പറയുക, സ്ലോ ആയിട്ട് ഫീൽ ചെയ്ത് പറയാം ഈ കാര്യങ്ങൾ. ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഗ്രാറ്റിറ്റ്യൂഡ് ആയാലും ഒരുപാട് അഫർമേഷനുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ എന്തുകൊണ്ട് പെട്ടെന്ന് വരാത്തത്, ലൈഫിൽ ഒന്നുകൂടി ചേഞ്ച് പറയണം ചെയ്യാത്തത്? കേട്ടോ. ഒന്നുകൂടി പറയണം. ആദ്യത്തെ പോയിന്റ് പറയുന്നത് നിങ്ങൾ 3 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. എനിക്ക് ഇൻകം വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഇൻകം ഉണ്ട്, ആ എനിക്ക് ഏൺ ചെയ്യാൻ കഴിയും, എനിക്ക് ഇത്രയും ഒരുപാട് ഏൺ ചെയ്യാൻ കഴിയും, എൻ്റെ ലൈഫ് സെക്യൂർ ആണ്.
എന്നിട്ട് അത് ഫീൽ ചെയ്യാം. പറയാ മാത്രമല്ല, അത് ഫീൽ ചെയ്ത് പറയാം. അതെങ്ങനെയാണ്? നിങ്ങളെ കണ്ണടച്ച് നിങ്ങളെ ഹേർട്ടിൽ ഫോക്കസ് ചെയ്തിട്ട് ഇത് ഓൾറെഡി ഉള്ള പോലെ ഫീൽ ചെയ്യാം. നിങ്ങൾക്കതൊരു പെട്ടെന്ന് ഒരു തിരക്ക് പിടിച്ചുള്ള ഒരു സമയത്തൊന്നും ഇത് പ്രാക്ടീസ് ചെയ്യരുത്. ഇത്തരം കാര്യങ്ങളൊന്നും എഴുതി വെക്കരുത്. ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര തിരക്കിട്ടുള്ള സമയമൊക്കെ ആയിരിക്കും, രാവിലെ സമയങ്ങളിലൊക്കെ ചിലപ്പം. അപ്പൊ നിങ്ങൾ എണീറ്റ് ഉടനെ ആ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സമയത്തൊക്കെ നിങ്ങളുടെ സാർ മൈൻഡ് ഒന്ന് എന്തെല്ലാം ഫ്രീ പറഞ്ഞ ആയിരിക്കും. ഏൺ ചെയ്യാൻ കഴിയും പിന്നെ എനിക്ക് മൂന്ന് ഇൻകം ഉണ്ട്. ഓക്കെ. ആ പിന്നെ നിങ്ങൾ വേറെന്താവും? സെക്യൂർ ആണ്. നിങ്ങൾ സെക്യൂർ ആണ്. നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആണ്. അതായത് സുരക്ഷിതനാണെന്നുള്ള ഒരു ഫീലും കൂടെ അവിടെ വരുന്നു. ആ ഒരു കാര്യം കൂടെ അവിടെ എഴുതുക. ഓക്കെ. അപ്പോ പറഞ്ഞു അത് എഴുതിയാൽ മാത്രം പോരാ, അല്ലെങ്കിൽ പറഞ്ഞാൽ മാത്രം പോരാ. കണ്ണടച്ച് നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്യാൻ പറ്റണം. അത് ഓൾറെഡി ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ളൊരു ഫീൽ അവിടെ വരണം. അപ്പോ ഇപ്പൊ ഇത് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തവർക്ക് എന്താ സംഭവിക്കാം? അവന് ഈ കാര്യങ്ങൾ കിട്ടിയാലും ഒരു സന്തോഷ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഇല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവനോ ചെറിയ കാര്യങ്ങൾ പോലും അബണ്ടൻസ് ഫീൽ ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ആ ലൈഫിൽ സന്തോഷമൊന്നും ഉണ്ടാവില്ല, അല്ലെ? ഇതിങ്ങനെ വന്നു പോകുന്നു, കാര്യങ്ങൾ നടക്കുന്നു. പക്ഷെ നമുക്കെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ഒരു അബണ്ടൻസ് ഫീൽ ചെയ്യും. അപ്പൊ അബണ്ടൻസ് ഫീൽ ചെയ്യുന്ന സമയത്ത് അബണ്ടൻസ് നമ്മളിലേക്ക് കൂടി വരും. നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളത് നിങ്ങൾക്കത് വിലമതിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്കത് കൂടുതൽ കൊണ്ടുവന്ന് തരില്ല. നിങ്ങൾക്ക് കൂടുതലായിട്ട് തരില്ല. അപ്പൊ നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളതിൽ നന്ദി തോന്നുമ്പോൾ ലൈഫ് നിങ്ങൾക്കത് കൂടുതലായിട്ട് എത്തിച്ചു തരും. നിങ്ങൾക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള അവസരങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് അബണ്ടൻസിലേക്ക് പോകുന്ന ഒരു ഡോറായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ എപ്പോഴും ഇല്ലായ്മയിൽ നിന്ന് ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് അബണ്ടൻസിലേക്ക് പോകുന്നതിനുള്ള ഫസ്റ്റ് ഡോറായിട്ട്, അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ബ്രെയിന് സത്യങ്ങളല്ല വിശ്വസിക്കുന്നത്. അടുത്ത കാര്യങ്ങൾ അടുത്തൊരു പോയിന്റാണ് പ്രോഗ്രാമിംഗ്. നമ്മുടെ ബ്രെയിന് നിങ്ങൾ പല സത്യങ്ങളും കേൾക്കുന്നുണ്ടാവും, പക്ഷെ അത് മാത്രമല്ല വിശ്വസിക്കുന്നത്. എന്താണ്? നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത കാര്യങ്ങളാണ് നമ്മുടെ ബ്രെയിൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഒരുപാട് സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ ഒരുപാട് സത്യങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, പക്ഷെ അതെല്ലാം നിങ്ങളെ ബ്രെയിൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബ്രെയിൻ വിശ്വസിക്കുന്നത്. നിങ്ങളൊരു കുട്ടിയോട് ദിവസം പറയാണ്, നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, നീ വീക്കാണ്, അല്ലേ എന്നുള്ള രീതിയിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് വിശ്വസിക്കും, അല്ലെ? സ്ഥിരമായിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് സത്യമാണോ? അല്ല, അല്ലേ? അതൊരു സത്യമുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. പക്ഷെ ആ റിപ്പീറ്റേഷൻ കാരണം, നിങ്ങൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആ കുട്ടിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം ആളത് വിശ്വസിക്കും, അല്ലെ? ഒരു ബിലീഫായി മാറും. അപ്പൊ ആദ്യം എന്താ ചെയ്യണ്ടേ?
നിങ്ങളുടെ ബിലീഫ്, പഴയ ബിലീഫിനെ കണ്ടെത്തണം. അപ്പൊ അതിന് നിങ്ങൾ പറയുന്ന വേർഡ്സ് ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടാവും. എനിക്ക് പറ്റില്ല, അവെയറായിട്ടിരിക്കുക. നിങ്ങൾക്കത് പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ പണം കഷ്ടമാണ്, കഷ്ടപ്പാടാണ്, എനിക്ക് ലക്കില്ല എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്താണോ, അതാണ് നിങ്ങളുടെ റിയാലിറ്റി ആയിട്ട് മാറുന്നത്. അപ്പൊ ആദ്യം നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങളോട് എന്താണ് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ള ബിലീഫ് എന്താണെന്ന് ആദ്യം കണ്ടെത്തുക. നിങ്ങളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പണം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് ലക്കില്ല, എനിക്ക് ഒരുപാട് കഷ്ടപ്പാടാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങളോട് പറയുന്നതെങ്കിൽ ആ വേർഡ്സ് ശ്രദ്ധിക്കുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് അത് റീപ്ലേസ് ചെയ്യും. അല്ലെ? അപ്പൊ ആദ്യം നിങ്ങളത് കണ്ടെത്തി, നിങ്ങളോട് എങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തി അടുത്ത സ്റ്റെപ്പ് ആ ഒരു പഴയ ബിലീഫിനെ മാറ്റുക എന്നുള്ളതാണ്. എനിക്ക് പറ്റില്ല എന്ന് വരുന്ന ഒരു തോട്ട് വരുമ്പോൾ നിങ്ങൾ എന്താണ്, എനിക്കത് പറ്റും, അല്ലെ, എനിക്കത് ചെയ്യാൻ കഴിയും എന്നുള്ള നിങ്ങളത് ബോധപൂർവം തന്നെ നിങ്ങളോട് പറയണം. കാരണം കഷ്ടമാണ്, കഷ്ടപ്പാടാണ്, അല്ല, കാരണം ഏൺ ചെയ്യാൻ, സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള തോട്ടാണ് കൊടുക്കണം. ബ്രെയിന് ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്നൊന്നും അറിയില്ല. നിങ്ങൾ എന്താണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതവിടെ, നിങ്ങൾ എന്ത് സിഗ്നലാണോ നിങ്ങളുടെ ബ്രെയിനിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതവിടെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അവെയർ ആവുക. നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തത് നിങ്ങളത് അവിടെ പഴയ ബിലീഫ് റീപ്ലേസ് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് റിപ്പീറ്റേഷൻ. ഇതാണ് പ്രധാനപ്പെട്ടത്. നിങ്ങൾ ഒരു ദിവസം ഒറ്റ സമയത്ത് പറഞ്ഞുകൊണ്ടൊന്നും ചേഞ്ച് ആവില്ല. ഡെയിലി വീണ്ടും വീണ്ടും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും ഇത്തരം കാര്യങ്ങൾ. എന്താണ് കഷ്ടപ്പാടാണെന്നുള്ളത് നിങ്ങളവിടെ, എനിക്ക് ഏൺ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആ ഒരു ഫ്ലോ ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങളത് മാറ്റി പറയണം. നിങ്ങൾക്ക് മോർണിംഗ് നൈറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ടോ അല്ലെങ്കിൽ അഫർമേഷൻ ആയിട്ടോ നിങ്ങൾക്ക് രാവിലെ എണീറ്റ ഉടനെയോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അഫർമേഷൻ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ റിപ്പീറ്റേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ട്രാൻസ്ഫോർമേഷൻ ഒന്നും സംഭവിക്കില്ല. അടുത്ത പോയിന്റ് ഫീലിംഗ്. ഈ വേർഡ്സ് മാത്രം മതിയോ? നേരത്തെ പറഞ്ഞു അല്ലേ, ഫീലിംഗും കൂടെ വേണം. അപ്പോൾ ഫീൽ ചെയ്യണം. നിങ്ങൾ റിച്ച് ആണ്, നിങ്ങൾക്ക് പണം വരുന്നത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റണം. അത് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട് എന്നുള്ള ഒരു ഫീല് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവണം. അത് ക്രിയേറ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് ആക്ഷൻ ആണ്. ഇതെല്ലാം ഉണ്ടായിട്ട് കാര്യമില്ല അല്ലേ? നിങ്ങളുടെ തിങ്കിങ് ചേഞ്ച് ചെയ്തു, ഫീലിംഗ് ചേഞ്ച് ചെയ്തു, പക്ഷെ ആക്ഷൻ ഇല്ലെങ്കിലോ അവിടെ റിസൾട്ട് ഉണ്ടാവില്ല. നിങ്ങൾ വർക്കിന് പോകണ്ടേ, നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണ്ടേ, ജോലി എടുക്കണം അല്ലേ? ഈ കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ടിനെ മാത്രം ഒബ്സർവ് ചെയ്തിട്ട് അവെയറായി ഇരുന്നിട്ട് മാത്രം കാര്യമില്ല. നിങ്ങളുടെ ആക്ഷനും കൂടെ എടുക്കണം. ലോ ഓഫ് അട്രാക്ഷൻ എല്ലാ തരത്തിലും പറയുന്നുണ്ട്. ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ആക്ഷനും കൂടെ വേണമെന്ന് പറയുന്നു. നിങ്ങൾ ആക്ഷൻ എടുക്കണം. ആക്ഷൻ ഇല്ലെങ്കിൽ അവിടെ റിസൾട്ട് ഇല്ല കേട്ടോ. ആക്ഷനാണ് നിങ്ങളുടെ ബിലീഫിനെ റിയാലിറ്റി ആക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനെ റീപ്രോഗ്രാം ചെയ്താൽ എന്താ, നിങ്ങളുടെ ഫ്യൂച്ചർ റീറൈറ്റ് ചെയ്യാം, മാറ്റി എഴുതാൻ പറ്റും. ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ ഒരു ചെറിയൊരു എക്സസൈസ് ചെയ്താലോ? ചെയ്യല്ലേ? ഓക്കെ. ഓക്കെ. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക കേട്ടോ.
ഇതൊരു വെറൊരു ഇമാജിനേഷൻ അല്ല, നിങ്ങളുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് കേട്ടോ. അതിനാൽ എല്ലാവരും ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക, കണ്ണടച്ചിരിക്കുക. ഇനി നിങ്ങളുടെ ബ്രീത്തിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും ശ്രദ്ധിച്ചങ്ങനെ ഇരിക്കുക. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധിച്ചങ്ങനെ ഇരിക്കുക. ദീർഘമായിട്ട് ശ്വാസം എടുക്കുക, സ്ലോ ആയിട്ട് പുറത്തേക്ക് വിടുക. ഇതങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ റിലാക്സ് ആവുന്നുണ്ട്, നിങ്ങളുടെ ബോഡി റിലാക്സ് ആവുന്നുണ്ട്, നിങ്ങളുടെ മൈൻഡ് കാമാവുന്നുണ്ട്. നിങ്ങളുടെ ബോഡി റിലാക്സ് ആയി, നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ആയി. നിങ്ങളുടെ ബോഡി റിലാക്സ് ആവുന്ന സമയത്ത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആയിട്ട് ഇരിക്കണം. ഇനി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം, നിങ്ങളുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. എന്താണ്? നിങ്ങളുടെ ബാങ്കിൽ നിന്നൊരു മെസ്സേജാണ് വരുന്നത്. ഒരു 1 lakh നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് ഇപ്പോൾ വരുന്നത്. ആ ഒരു മെസ്സേജ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിൽ കൊടുത്തിരിക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? നിങ്ങൾക്ക് അവിടെ സന്തോഷം ഫീൽ ചെയ്യണം, ഹാപ്പിനെസ് ഫീൽ ചെയ്യണം. അത് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയത് കണ്ട സമയത്ത് നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് അവിടെ ഫീൽ ചെയ്തു. നിങ്ങളൊന്ന് കാമായി, നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് വന്നു. നിങ്ങൾക്ക് അവിടെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു റിലീഫ് ഫീൽ ചെയ്യരുത്. നിങ്ങൾക്ക് അവിടെ പ്യൂറായിട്ടുള്ള ഹാപ്പിനെസ് തന്നെ അവിടെ ഫീൽ ചെയ്യാം. ഇതൊരു പെട്ടെന്നുള്ളൊരു സഡനായിട്ട് വന്നൊരു ലക്കല്ല, നിങ്ങൾക്കൊരു ഭാഗ്യമല്ല. ഇത് നിങ്ങളുടെ ലൈഫിൽ നാച്ചുറലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സമ്പത്ത് ഉണ്ടാവണമെന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് അത് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ഫ്ലോ നിങ്ങളുടെ ലൈഫിലുണ്ട്. ഇനി നിങ്ങൾ ആ ഒരു ക്യാഷ് ഉപയോഗിക്കാൻ പോവുകയാണ്. നിങ്ങളെ പേയ്മെന്റ് കൊടുക്കാനുള്ള പേയ്മെന്റ് കൊടുക്കുന്നു, നിങ്ങൾ ബില്ല് ക്ലിയർ ചെയ്യുന്നു, നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അതെങ്ങനെ ഇമാജിൻ ചെയ്യാം? ആ കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ ഒബ്സർവ് ചെയ്യാം. നിങ്ങൾക്കിപ്പോ ഫിയർ ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ? നിങ്ങൾക്ക് ചിലപ്പോൾ ഫിയർ പോയിട്ടുണ്ടാവും, നല്ല ട്രസ്റ്റ് വന്നിട്ടുണ്ടാവും. മണി, ഈ ഒരു ക്യാഷ് പോകുന്നില്ല, ആ ഒരു ഫ്ലോ എന്നിലേക്ക് നടക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഉണ്ടാവുന്നത്. ഇനി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഫോക്കസ് ചെയ്യാം.
എന്നിട്ട് അത് ഫീൽ ചെയ്യാം. ഞാൻ സേഫാണ്, ക്യാഷ് എൻ്റെ അടുത്ത് സേഫാണ്, ആ ഒരു ക്യാഷ് എൻ്റെ അടുത്ത് സേഫാണ് എന്നുള്ളൊരു ഫീൽ അവിടെ കൊടുക്കുക. ഞാനത് ഡിസേർവ് ചെയ്യുന്നു, ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു, മണി എനിക്ക് സേഫാണ്, മണി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഈ ഒരു ക്യാഷ് സമ്പത്ത് എന്നെയും ഇഷ്ടപ്പെടുന്നു. അതങ്ങനെ ഫീൽ ചെയ്യാം. നന്നായിട്ട് അങ്ങനെ ഫീൽ ചെയ്യുക. ആ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് കുറച്ചു നേരം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിലേക്ക് എനിക്ക് സമ്പത്തിന് ഒരുപാട് ഇഷ്ടമാണ്, സമ്പത്ത് എന്നെയും ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ആ ഒരു ഫ്ലോ എന്നിലേക്ക്, ഒരു സമ്പത്ത് എന്നിലേക്ക് ഒഴുകി വരുന്നു. ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. അതങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് കുറച്ചു നേരം പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി പതിയെ കൈകൾ കൂട്ടിത്തിരിഞ്ഞു, കണ്ണുകൾ തുറന്ന് നിങ്ങളുടെ മുഖത്തും കണ്ണിലേക്ക് നിന്ന് തടയുക. എല്ലാവർക്കും ആ ഒരു ഫീല് കിട്ടിയോ? എന്തെങ്കിലും ഒരു ഫീല് കിട്ടിയോ? എന്താണ് നിങ്ങളുടെ ഒരു ഫീല്? റിലാക്സ് ആയോ? കാണാൻ പറ്റിയോ? അതായത് നമുക്ക് പണം ക്രെഡിറ്റ് ആയതിന്റെ ഒരു ട്യൂണ് ഞാൻ കേട്ടു. ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അത് വായിച്ചപ്പോൾ എൻ്റെ അക്കൗണ്ട് നമ്പറിൽ ഇത്ര രൂപ ക്രെഡിറ്റ് ആയി എന്നുള്ളത് ആ 1,00,000 രൂപ കാണുമ്പോൾ വളരെ ഒരു സന്തോഷം തോന്നി. പിന്നെ സാറ് പറഞ്ഞതുപോലെ അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് ഭയങ്കര സന്തോഷത്തോടെയാണ് കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു. ബാക്കി വേറെ ആർക്കെങ്കിലും ഒരു ഇത് കിട്ടിയോ? ആ ഒരു ഫീലിംഗ് കിട്ടിയോ? ഇല്ല, നമ്മൾ EFTയിൽ വന്നിട്ട് ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പണം പോയാൽ വരും എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട് ഇപ്പൊ. ഉം, ഉം. അതെ അതെ, ഈ ഒരു പ്രാക്ടീസ്, ഇപ്പൊ ചെറിയൊരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്തപ്പോ എന്താ ഫീൽ ഉണ്ടായത്? മനസ്സിന്റെ ഉള്ളിൽ ഇപ്പൊ പണം ഉണ്ട് കയ്യിലുണ്ടെന്ന് തോന്നല. ഓക്കെ, ഇപ്പോ ഇപ്പൊ നമ്മളിവിടെ ചെയ്തത് റിയൽ എക്സ്പീരിയൻസ് ആണോ? അല്ല അല്ലേ, ഇതൊരു ഇമാജിനേഷൻ ആണ്. പക്ഷെ ഇത് നമ്മുടെ മൈൻഡിന് മനസ്സിലായോ? ഇമാജിനേഷൻ ആണോ അല്ലെങ്കിൽ റിയൽ ആണോ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? അപ്പൊ അത് നിങ്ങൾക്ക് അതുപോലെ ഉള്ളതായിട്ട് തന്നെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും പല പല ആളുകൾക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആ ഒരു ഇമോഷൻ ഇപ്പൊ ഫീൽ ചെയ്ത പോലെ ആ ഒരു ഇമോഷൻ കൊടുത്ത് തന്നെ നിങ്ങളുടെ ബ്രെയിനിലേക്ക്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് നിങ്ങളുടെ ബ്രെയിൻ അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കും.
ഇപ്പൊ എന്താണ് പഠിച്ചത്? ബ്രെയിൻ എന്താണ് പഠിച്ചത്? നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് എന്താണ് പഠിച്ചത്? മൈൻഡ് എന്താണ് പഠിച്ചത്? മണി എന്ന് പറഞ്ഞ ഹാപ്പിനെസ് ആണ്. മണി ഒരു ഫ്ലോ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിച്ചത്. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ അത് റിയൽ ആയിട്ട് അത് അക്സെപ്റ്റ് ചെയ്തു. ഇപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് മണി വരുന്ന സമയത്ത്, ക്യാഷ് വരുന്ന സമയത്ത് നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് സെയിം ഫീലിംഗ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇതിങ്ങനെ കൊടുക്കുന്ന സമയത്ത്, നിങ്ങളുടെ മൈൻഡിലേക്ക് ഇത് കൊടുക്കുന്ന സമയത്ത്, അപ്പൊ നിങ്ങൾക്ക് ക്യാഷ് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഫിയർ വരില്ല, ട്രസ്റ്റ് അവിടെ വരും. അപ്പൊ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ ട്രെയിൻ ചെയ്യാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇതൊരു ഇമാജിനേഷൻ അല്ല, ഇതൊരു പ്രോഗ്രാമിംഗ് ആണ് ഇപ്പൊ ചെയ്ത്. ഇപ്പൊ നിങ്ങളുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യാണ് ചെയ്തത്. മണിയെ കുറിച്ചുള്ള പഴയ ആ ഒരു ഫിയർ അവിടെ റീപ്ലേസ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ സെഷൻ. ഇത്രയേ ഉള്ളൂ. നന്ദി ഉണ്ട് കേട്ടോ. എത്രയും ഇങ്ങനെ ശ്വാസനത്തിന്റെ പോലെ പണം വരും എന്ന് പറഞ്ഞപ്പോൾ അതൊരു പുതിയ അറിവാണ്. ഇല്ലേ, അതങ്ങനെയാണ്, ഫ്ലോ ആണ്. നമ്മളാണ് അവിടെ എല്ലാം പിടിച്ചിട്ട് പോയാലും വരുന്നുള്ള ഇതിലല്ലേ നമ്മൾ സൂക്ഷിക്കണത്. അതുപോലെ പണം ഇല്ലേ. വരും പറഞ്ഞ പുതിയ അറിവാണ്. അൽഹംദുലില്ലാഹ്. വിലപ്പെട്ട അറിവുകൾ പറയാനും അനുഭവിക്കാനും യോഗ ഉള്ളതിന്. താങ്ക് യു മാം. താങ്ക് യു ആൾ. വളരെ വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇത്. എൻ്റെ പ്രവർത്തന മേഖലയിൽ എനിക്ക് വളരെയധികം എന്താ പറയാ, നല്ലൊരു അറിവ് തരുന്ന നല്ലൊരു കാര്യം തന്നെയാണ്. നല്ല ക്ലാസ്. സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. താങ്ക് യു. ഇപ്പൊ എപ്പോഴും നമ്മുടെ മൈൻഡിൽ വരേണ്ട ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും പഴയ കാര്യങ്ങളാണ് നമ്മുടെ എപ്പോഴും ബ്ലോക്ക് ചെയ്യുന്നത് സമ്പത്തിന്. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോഴും ആ ഒരു കാര്യങ്ങൾ എപ്പോഴും ഫീൽ ചെയ്യണം. നമ്മളെ ഒരു കാര്യം എപ്പോഴും അതൊരു കൊടുത്തല്ലോ അല്ലെങ്കിൽ ഇല്ലായ്മ അങ്ങനെയൊന്നും ഫീൽ ചെയ്യാതെ അത് കൊടുക്കുന്ന സമയത്ത് അതിനെ ബ്ലെസ് ചെയ്തിട്ടൊന്ന് കൊടുക്കാം. നമുക്ക് എന്തിനാണോ ക്യാഷ് കൊടുക്കുന്നത്, എന്തിനു ബില്ല് കൊടുക്കുമ്പോഴും നന്ദി പറയാ, ബില്ല് വാങ്ങുമ്പോഴും നന്ദി പറയാ അല്ലെ, പൈസ കൊടുക്കുമ്പോഴും. അതെ, നമുക്ക് ആ ഒരു ബില്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഉപകാരപ്പെട്ടൊരു കാര്യം കിട്ടിയിട്ടുണ്ടാവും അല്ലെ, അതിന് മൂല്യം ഉള്ളൊരു കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അതാ. അപ്പൊ എന്തിനാണ് നമ്മൾ അവിടെ വെറുതെ ദേഷ്യപ്പെട്ടും അല്ലെങ്കിൽ പരാതി പറഞ്ഞിട്ടും കൊടുക്കുന്നത്? നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു അല്ലെ, നമുക്ക് നല്ലൊരു ഹെൽപ്പായിട്ടായിരിക്കും അല്ലെ. ഒരാള് ചിലപ്പം നമുക്ക് കടം തന്നിട്ടുണ്ടാവും, നമ്മൾ കുടുങ്ങിയ സമയത്തായിരിക്കും, പെട്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ ഒരാളോട് ക്യാഷ് ചോദിക്കുമ്പോൾ നമുക്ക് തരുന്നത്. പിന്നീട് ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ഡേറ്റിൽ ചിലപ്പോൾ ആൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ ആള് വിളിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ലേ, കൊടുക്കണല്ലോ. ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ല, ഫോൺ എടുക്കൂല അല്ലെ, പല ആളുകളും ഫോൺ എടുക്കൂല. ചിലപ്പോൾ ദേഷ്യത്തിന് ആള് അല്ലെ, കടം കൊടുത്ത് പൈസ ചോദിക്കുമ്പോൾ ശത്രുക്കളാവെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ. പിന്നെ അവിടെ പ്രശ്നങ്ങളാവും, മിണ്ടാതാവും. അപ്പൊ നമുക്ക് ആ ഒരു കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യണം. അല്ലെങ്കിൽ ഒരു കാര്യം മേടിക്കും, ബില്ല് അടയ്ക്കുന്ന സമയത്തൊക്കെ നമുക്കത് ഇന്ന കാര്യങ്ങൾ അവിടെ കിട്ടി, എനിക്ക് അതിന് അത്രത്തോളം ഉപകാരം, എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു കാര്യം അവിടെ കിട്ടിയിട്ടുള്ള ഒരു ഫീൽ എനിക്ക് അവിടെ വേണം, എന്നിട്ട് കൊടുക്കണം. അപ്പൊ കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അവിടെ കിട്ടുള്ളൂ അല്ലെ. അത് കൊടുക്കുന്ന സമയത്ത് അതിനെ ബ്ലെസ് ചെയ്തിട്ട് വിടണം. നീ പോയിട്ട് ഇതിന്റെ ഇരട്ടിയായിട്ട് എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു പോകാന്നുള്ളൊരു ഫീലിങ്ങോടുകൂടി അവിടെ കൊടുക്കണം. അപ്പൊ നമുക്ക് വരാത്ത എന്താ വെച്ചാൽ നമ്മുടെ പ്രോഗ്രാം ചെയ്ത് അങ്ങനെ നമ്മൾ കേട്ട് വളർന്ന നമുക്ക് മാറാൻ സമയമെടുക്കും. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പെട്ടെന്നൊന്നും എല്ലാവർക്കും അല്ലേ, നമ്മളൊരു പാറ്റേൺ അങ്ങനെ ആയി മാറിയതായിരിക്കും. നമ്മുടെ വീട്ടിൽ ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ, പല ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇതിലേക്ക് ആയിരിക്കും. അപ്പൊ നമ്മൾ വീണ്ടും പ്രാക്ടീസ് ചെയ്ത് നമ്മളോട് തന്നെ പറഞ്ഞ് അത് മാറ്റി കൊണ്ടുവരണം. ഓക്കെ, താങ്ക് യു ഓൾ. ഒരു കാര്യം പറയാനാണ്. ഓക്കെ, ഇപ്പോ പലരും, ഇപ്പൊ നമ്മളുടെ ഒരുപാട് സുഹൃത്തുക്കൾ പറയുന്ന ഒരു കാര്യമാണ്, പണം കൊടുത്തത് കൊണ്ടാണ് എൻ്റെ ആ ബന്ധം ഇല്ലാണ്ടായത്, പണം ഒരു പിശാചാണ്, അങ്ങനെയൊക്കെ എപ്പോഴും പറയും അവര്. എന്തിനാ വെറുതെ ഉള്ള സൗഹൃദം കളയുന്നത്? പണം കൊടുത്തു പിന്നെ അത് ചോദിക്കുമ്പോൾ അവര് പിന്നെ ഫോൺ എടുക്കില്ല,
അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ കേൾക്കുന്നു. അത് എൻ്റെ ഈ ഒരു പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഇടപാടാണ്. അപ്പോൾ ഇവിടെയും ഞാൻ എൻ്റെ ജൂനിയേഴ്സിനൊക്കെ ഇതുപോലെ അത്യാവശ്യം സഹായിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അവരാവശ്യ സമയത്തിനാണ് നമ്മൾ സഹായിച്ചത്. പക്ഷെ നമുക്ക് വേണ്ട സമയത്ത് ആ പൈസ കിട്ടില്ല. നമ്മൾ ചോദിക്കുമ്പോൾ അത് അവർ ഫോൺ എടുക്കില്ല, തരില്ല. അല്ലെങ്കിൽ അവർ നമ്മുടെ മേഖലയ്ക്ക് പ്രവർത്തിക്കാൻ തന്നെ വരുന്നില്ല. ഇപ്പോഴും ഒരുപാട് ആളുകൾ എനിക്ക് പൈസ തരാനുണ്ട്. അപ്പോൾ ഈ ഒരു ചിന്ത മാറാനായിട്ട് നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടത്? അതായത് ഇനി നമുക്ക് അതെ ഉം. അതെന്താ വെച്ചാലേ നമുക്ക് പലത് കാര്യങ്ങളും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? നമ്മൾ അതെ മുൻപ് ആർക്കും ക്യാഷ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ചോദിക്കുന്നത് നേരത്തെ അപ്പൊ ഇപ്പൊ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പൊ കൊടുക്കുന്ന സമയത്ത് അവർക്കത് അവരെ ഹെൽപ്പ് ചെയ്തതായിരിക്കും. പിന്നീട് ചിലപ്പോൾ അവരെ കയ്യിൽ ഇല്ലാത്തൊരു സമയമായിരിക്കും. ചിലപ്പോൾ പറഞ്ഞ ഡേറ്റിൽ നമുക്ക് തിരിച്ചു തരാനൊന്നും പറ്റില്ല. അപ്പോ നമ്മളോട് എന്താ പറയാ അല്ലെ? നമ്മൾ വിളിക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ഇല്ല എന്ന് പറയാനുള്ള മടി ഉണ്ടായിരിക്കും അല്ലെ? ഒരു വാക്ക് പറഞ്ഞതായിരിക്കും. അപ്പൊ ആ സമയത്ത് തിരിച്ചു തരാൻ അവർക്ക് കഴിഞ്ഞോണമെന്നില്ല. അവർ പ്രതീക്ഷിച്ച ക്യാഷ് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തരാമെന്ന് വിചാരിച്ചിട്ടുള്ള ക്യാഷ് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ അവർക്ക് ചിലപ്പോൾ നിങ്ങളോട് ഫോൺ എടുക്കാനും അല്ലെങ്കിൽ ആ ഒരു കാര്യം ഓപ്പണായിട്ട് പറയാനേ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഫോൺ എടുക്കാതെ ചിലപ്പോൾ നിങ്ങളെ കാണാൻ മാറി നടക്കും. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്താണ് ദേഷ്യം വരും അല്ലെ? ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് ചിലപ്പോൾ നമുക്കും ആവശ്യമുള്ള സമയത്തായിരിക്കും നമ്മൾ തിരിച്ച് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ദേഷ്യം വരും, വെറുപ്പ് വരും. അപ്പൊ നമ്മുടെ എനർജിയും ഒക്കെ മാറും, ഫീലിംഗ് ഒക്കെ മാറും. നമ്മൾ ചിലപ്പം ഇതേപോലെ പറയും. ചിലപ്പം ആളെ വിളിച്ചിട്ടല്ലെങ്കിൽ കാണുന്ന സമയത്ത് ചിലപ്പം വീട്ടിലൊക്കെ പോയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ആളുകൾ നമുക്കൊരു അനുഭവം ഉണ്ടെങ്കിൽ കൊടുക്കാതിരിക്കുക. പിന്നെ പറയാം ക്യാഷ് ഉണ്ട് നിങ്ങൾക്ക് ഇല്ല, ക്യാഷ് കയ്യിൽ വെച്ചിട്ടില്ല എന്ന് പറയരുത്. അവിടെ ഒരു മണി ഫ്ലോ അവിടെ ഉണ്ടാവില്ല. എനിക്ക് ഇങ്ങനെ പറയാം, ഇതിൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ട്, ഞാൻ വേറെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. അപ്പൊ എനിക്കിപ്പോ തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം. എല്ലാവർക്കും കൊടുത്ത് അതേപോലെ കിട്ടണമെന്നില്ല. നമുക്ക് ആവശ്യമുള്ള ക്യാഷ് അല്ലേ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഹെൽപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുമ്പോൾ നിങ്ങളത് തിരിച്ച് പ്രതീക്ഷിക്കാതെ കൊടുക്കുക. അപ്പൊ അത് ഫീൽ ഉണ്ടാവില്ല. അപ്പൊ അത് കാരണം ഇപ്പൊ ആളുകൾ ചോദിക്കുമ്പോ പൈസ ഉണ്ടെങ്കിലും ഇല്ല എന്ന് പറയുള്ളൂ. ഇല്ലാന്ന് പറ നിങ്ങൾക്ക് പറയാം, ഇല്ലാന്ന് പറയണ്ട, ക്യാഷ് ഉണ്ട്, പക്ഷെ ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്, പിന്നെ കാര്യം ചെയ്യാനുണ്ട് കേട്ടോ എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഉണ്ട് എന്നുള്ള ഫീൽ നിങ്ങൾ കൊടുക്കുന്ന എന്താ? അപ്പൊ ആ ഒരു പേടിയാണ് അല്ലേ? ഫിയർ അവിടെ വരുന്നില്ലേ? കൊടുക്കാൻ ആൾക്ക് കൊടുക്കാൻ പേടിയാണ്. കൊടുത്താൽ തിരിച്ച് കിട്ടില്ല. നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളുടെ സീൻ കൊടുക്കുന്നുണ്ട്, ക്യാഷ് ഇല്ല എന്നുള്ളൊരു കാര്യം അവിടെ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊടുക്കുന്നത്. ക്യാഷ് ഉണ്ട്, ഞാൻ അതെനിക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചില്ലെങ്കിൽ ഞാൻ വേറെ ആൾക്ക് കൊടുക്കാന്ന് വിചാരിച്ചു വെച്ചതാണ്. എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച ക്യാഷാണ്. അതിപ്പോ തരാൻ അങ്ങനെ പറഞ്ഞാല് എനിക്ക് കുറച്ച് പിന്നെ ബുദ്ധിമുട്ട്, നാളെ തന്നെ തരാന്ന് പറഞ്ഞ് വാങ്ങൂലേ? ഇപ്പൊ തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം. എനിക്ക് അത്ര അത്യാവശ്യമാണ്, എനിക്കത് ഇന്ന് കൊടുക്കാനുള്ളതാണ് എന്ന് പറയാം. അങ്ങനെ പറയുന്നവരുണ്ട്, നാളെ തന്നെ തരാം അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദിച്ചു പറഞ്ഞു. വാങ്ങുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ആ നാളെ തന്നെ തരാന്ന് പറഞ്ഞാൽ കിട്ടൂല. കിട്ടൂല, കുറേ അതാണ്. കിട്ടൂല. അപ്പൊ കൊടുക്കരുത് എന്നുള്ളതല്ല, നിങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യാം. കൊടുക്കണമെന്ന് തോന്നുന്നു കൊടുക്കാൻ. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് പറയാം, അതായത് എനിക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്, എനിക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് കൊടുക്കാനുള്ളത് ക്യാഷാണ്, അല്ലെങ്കിൽ എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്, ക്യാഷ് എന്റെ കയ്യിലുണ്ട്, പക്ഷെ എനിക്കിപ്പോ തരാൻ ഒരു നിവൃത്തിയില്ല, ഒരു ബുദ്ധിമുട്ടാണ്, ഇപ്പൊ തരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അത് കൊടുത്തിട്ട് ഒരു ശത്രുവിനെ വെറുതെ ഉണ്ടാക്കി വെക്കണ്ട. അപ്പൊ നിങ്ങളവിടെ മണി ബ്ലോക്ക് വീണ്ടും ഉണ്ടാക്കാൻ, നിങ്ങളവിടെ മൈൻഡിൽ വീണ്ടും ഒരു ബിലീഫ് ക്രിയേറ്റ് ചെയ്യണം. ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടില്ല എന്നുള്ള വീണ്ടും ബിലീഫ് അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ ശത്രുക്കളായി മാറും. അത് അവരുടെ സാഹചര്യം ആയിരിക്കും. സാറേ ഉം. അങ്ങനെ ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞാല് എന്തും തെറ്റാൻ സാധ്യത ഉണ്ട്. അതായത് പിന്നെ കാശ് പോകാണ്ടേ നമ്മള് തെറ്റും, അല്ലെങ്കിൽ കാശ് പോയിട്ട് നമ്മൾ തെറ്റണ്ടേ വരും. അതെ, ചിലപ്പോ അപ്പോ നിങ്ങൾക്ക് അവിടെ അപ്പൊ പറയും ഓപ്പൺ ഞാൻ മൈൻഡ് അവർ തരാം. സ്വീകരിക്കില്ല. നമ്മൾ ഉം. എത്ര പറഞ്ഞു ഉം. കഴിഞ്ഞാൽ ഓപ്പൺ മൈൻഡ് അവർ സ്വീകരിക്കില്ല. ഉം. അത് 90% ഉറപ്പാണ്. ഉം. അവിടെ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തരില്ല എന്ന് പറഞ്ഞ അപ്പൊ ഉള്ള ഒരു ബന്ധം, അപ്പൊ ചിലപ്പോ ആളൊന്ന് പോകും അല്ലേ? ഉണ്ടാതിരിക്കുക ചെയ്യുള്ളൂ അല്ലേ? ആൾക്ക് ചിലപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും തോന്നും, അപ്പത്തെ ദേഷ്യം തോന്നുള്ളൂ. പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും?
ചിലപ്പോൾ ലൈഫ് ലോങ് നിങ്ങൾ അവരുമായിട്ടുള്ള ബന്ധം വരെ ഒഴിവാക്കേണ്ട ഒരു സംഭവം അവിടെ വരും അല്ലേ? ശരിയാണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങളോട് ദേഷ്യം എന്തെങ്കിലും തോന്നും. കയ്യിൽ ക്യാഷ് വെച്ചിട്ട് ആളെ എനിക്ക് തന്നില്ല, കുടുങ്ങിയ നേരത്ത് ഞാനൊരു കാര്യം ചോദിച്ച സമയത്ത് എനിക്ക് തന്നില്ല എന്നുള്ള ഫീല് ചിലപ്പോൾ ആൾക്കുണ്ടാവും. ചിലപ്പോൾ 1-2 ദിവസം മിണ്ടാതിരിക്കും. പക്ഷെ നിങ്ങളത് കൊടുത്തിട്ട് പിന്നെ ഒരു ശത്രുവിനെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ, പ്രതിമ പറഞ്ഞ പോലെ, കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കേറ്റം ഉണ്ടാവുന്ന രീതിയിലേക്കൊക്കെ പല കാര്യങ്ങളിലേക്ക് പോവാറുണ്ട്. അപ്പൊ അത് ലൈഫ് ലോങ് അങ്ങനെ ഒരു ബന്ധം ഒഴിവാക്കണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ താൽക്കാലികമായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. നല്ലൊരു സൊല്യൂഷൻ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. പിന്നെ അവരെന്ത് വിചാരിക്കുന്നത്, ആരെന്ത് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ കാര്യങ്ങള് ഇല്ല. സുഹൃത്തുക്കളായിട്ട് പറയാ, അത്ര തന്നെ. അതെ, നമ്മളെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ നമ്മള് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്യാഷ് ആയിരിക്കും അല്ലേ? വളരെ സാവധാനം അത് കാര്യങ്ങൾ പറയാ, അപ്പൊ അത് അവർ എന്തിനാ തിരിച്ചാലും അതെ, കുഴപ്പമില്ല. അപ്പൊ അത് കൊടുക്കണോ കൊടുക്കണ്ടെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കും. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒരാളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ, ആളുടെ കേസ് കേൾക്കുന്ന സമയത്ത് എനിക്ക് അത്രയൊന്നുമില്ല, ഞാൻ ഇതിനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ചെറിയൊരു സംഖ്യ കൊടുത്തിട്ട് ഇത് എനിക്ക് തിരിച്ചു തരണമെന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാം ചെറുതായിട്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് അവിടെ ഒരാളെ ഹെൽപ്പ് ചെയ്തു. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരുപാട് ക്യാഷ് ഉണ്ട്. നമ്മൾ ക്യാഷ് ഒരുപാട് സമ്പത്ത് ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാൻ അല്ലെ, ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, തിരിച്ചു മേടിക്കാതെ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നങ്ങളാവും. എന്നാ മൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ. ഓക്കെ സർ.